അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് ദ ഓർഗാനിക് അനലോഗി ആൻഡ് ബയോളജിക്കൽ തിയറീസ് ഓഫ് എവല്യൂഷൻ. ഓർഗാനിക് അനലോഗി ആൻഡ് ബയോളജിക്കൽ തിയറീസ് ഓഫ് എവല്യൂഷൻ. എന്താണ് ഓർഗാനിക് അനലോഗി ആൻഡ് ബയോളജിക്കൽ തിയറീസ് ഓഫ് എവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇവിടെ ഓർഗാനിക് അനലോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതായത് ജൈവപരമായിട്ടുള്ള കാര്യങ്ങളെയും അതേപോലെ തന്നെ ജീവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെയും തമ്മിലുള്ള അവയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിണാമ സിദ്ധാന്തമാണ് ജൈവപരമായിട്ടും ജീവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എവല്യൂഷനെ കുറിച്ചാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ദ ഓർഗാനിക് അനലോഗി ആൻഡ് ബയോളജിക്കൽ തിയറീസ് ഓഫ് എവല്യൂഷൻ. അതായത് ജൈവപരമായിട്ടുള്ള കാര്യങ്ങളെയും അതേപോലെ തന്നെ ബയോളജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ജീവശാസ്ത്രം. അപ്പൊ ജീവശാസ്ത്രപരമായ കാര്യങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് ഏത്? ദ ഓർഗാനിക് അനലോഗി ആൻഡ് ബയോളജിക്കൽ തിയറീസ് ഓഫ് എവല്യൂഷൻ. അപ്പോൾ ജൈവശാസ്ത്രപരമായിട്ടാണെങ്കിലും അതേപോലെ തന്നെ ഓർഗാനിക് അനലോഗി ആണെങ്കിലും ബയോളജിക്കൽ തിയറി ആണെങ്കിലും അത് എങ്ങനെയൊക്കെയാണ് പരിണാമ സിദ്ധാന്തത്തിൽ വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പൊ അതിന്റെ വളരെ ഷോർട്ടായിട്ടാണ് ഈ ഒരു ടോപ്പിക്കിന് ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. നോക്കിക്കോളൂ. അതായത് ദ ഓർഗാനിക് അനലോഗി കംപ്രസസ് സൊസൈറ്റി ടു എ ബയോളജിക്കൽ ഓർഗാനിസം that grows and develops according to natural laws, just as an organism evolves through stages society. അതായത് ജൈവപരമായിട്ടുള്ള ഓർഗാനിക് അനലോഗിയും അതേപോലെ തന്നെ പിന്നെന്താണ് ബയോളജിക്കൽ ഓർഗാനിസവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ, അവയെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ലോസ് ആണ്. ദ ഓർഗാനിക് അനലോഗി കംപ്രസ് സൊസൈറ്റി ടു എ ബയോളജിക്കൽ ഓർഗാനിസം ദാറ്റ് ഗ്രോ ആൻഡ് ഡെവലപ്പ് അക്കോർഡിംഗ് ടു എ നാച്ചുറൽ ലോ. അതായത് പ്രകൃതി നിയമങ്ങളെ അനുസരിച്ചു കൊണ്ടാണ് ഏതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്? ഓർഗാനിക് അനലോഗിയും ബയോളജിക്കൽ ഓർഗാനിസവും ഗ്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? വളരുന്നു. അപ്പോൾ ഓർഗാനിക് അനലോഗിയെ കമ്പയർ ചെയ്യുക ഏതുമായിട്ട്? ബയോളജിക്കൽ ഓർഗാനിസവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഗ്രോസ് ചെയ്യുന്നത്? നാച്ചുറൽ ലോ, പ്രകൃതി നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവ എന്ത് ചെയ്യപ്പെടുന്നത്? ഗ്രോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഓർഗാനിക് അനലോഗിയെ കമ്പയർ ചെയ്യുമ്പോൾ ഏതുമായി? ബയോളജിക്കൽ ഓർഗാനിസവുമായി ഓർഗാനിക് അനലോഗിയെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് എങ്ങനെ ആണ് എന്നാ പറയുന്നത്? നാച്ചുറൽ ലോ, പ്രകൃതി നിയമങ്ങളാണ്. അതിൻ്റെ വളർച്ച എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പ്രകൃതി നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വികസിക്കുന്നത്. ജസ്റ്റ് ആസ് ആൻ ഓർഗാനിസം ഇവോൾവ്സ് ത്രൂ സ്റ്റേജ് സൊസൈറ്റി ടു മൂവ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ് ഫോം. അതുകൊണ്ട് തന്നെ അപ്പൊ നമ്മൾ ടീച്ചർ പറഞ്ഞു തന്നു, ഓർഗാനിക് അനലോഗിയും ബയോളജിക്കൽ ഓർഗാനിസവും കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ വളർച്ച എന്ന് പറയുന്നത് എങ്ങനെയാണ്? നാച്ചുറൽ ലോ, പ്രകൃതി നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്. നാച്ചുറൽ ലോസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ആസ് ആൻ ഓർഗാനിസം ഇവോൾവ്സ് ത്രൂ സ്റ്റേജസ് സൊസൈറ്റി ടു മൂവ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ് ഫോം. അപ്പൊ അത് ഏത് ഫോമിലേക്ക് പോകുന്ന പറയുന്നത്? സമൂഹം എന്ന് പറയുന്നത് ഒരു ലളിതമായ രൂപങ്ങളിൽ നിന്നും എന്തിലേക്ക് മാറുന്നു? സിമ്പിൾ ടു കോംപ്ലക്സ് ഫോം, ഒരു സങ്കീർണമായ രൂപത്തിലേക്ക് മാറുന്നു. ഈ ഒരു ആശയത്തെയാണ് ദിസ് ഐഡിയ അലൈൻസ് വിത്ത് ലീനിയർ തിയറി ഓഫ് സോഷ്യൽ എവല്യൂഷൻ. ഇതേ ആശയത്തെയാണ് എന്ത് പറയുന്നത്? ഏകരേഖാ സാമൂഹ്യ പരിണാമ സിദ്ധാന്തം. ഈ ഒരു ആശയത്തിന് തന്നെയാണ് ഏത് തിയറി എന്ന് പറയുക? അൺലീനിയർ തിയറി ഓഫ് സോഷ്യൽ എവല്യൂഷൻ. എന്ത്? സൊസൈറ്റി എന്തിലേക്ക് മാറുന്നു? നേരത്തെ നമ്മൾ പറഞ്ഞ സോഷ്യൽ എവല്യൂഷനിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അതന്നെയാണ് വീണ്ടും ഈ ഒരു തിയറിക്കും വരുന്നത്.
സാമൂഹിക പരിണാമത്തിൽ ടീച്ചർ പറഞ്ഞു സിമ്പിൾ സൊസൈറ്റിയിൽ നിന്നുമാണ് ഒരു കോംപ്ലക്സ് സൊസൈറ്റിയിലേക്ക് മാറുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആണ് എന്ത് തിയറി? യൂണിലീനിയർ തിയറി ഓഫ് സോഷ്യൽ എവല്യൂഷൻ. അതായത് ഈ ഒരു സിദ്ധാന്തം തന്നെയാണ് ഏകരേഖ സോഷ്യൽ എവല്യൂഷനെ പിന്തുണയ്ക്കുന്നത്. Assuming that all society involved in a single progressive direction. അതായത് പഴയ സമൂഹങ്ങൾ അതായത് ഇവിടെ ശ്രദ്ധിക്കൂ, ഓൾ സൊസൈറ്റി ഇവോൾവ് ഇൻ എ സിംഗിൾ പ്രോഗ്രസീവ് ഡയറക്ഷൻ. അതായത് ഇവിടെ എല്ലാ സമൂഹവും എങ്ങനെയാണ് നിലനിൽക്കുന്നത്? സിംഗിൾ പ്രോഗ്രസീവ് ഡയറക്ഷൻ. ഒരു സിംഗിൾ പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒറ്റപ്പെട്ട ഒരു സിംഗിൾ ആയിട്ടുള്ളൊരു ഡയറക്ഷനിലൂടെയാണ് സൊസൈറ്റി ഇൻവോൾവ് ചെയ്യുന്നത്. ദ അനലോഗി ആൾസോ യൂസസ് ദ ട്രീ മോഡൽ വേർ ഏർലിയർ സൊസൈറ്റി ഫോം റൂട്ട്സ് ആൻഡ് ലേറ്റർ സൊസൈറ്റി ബ്രാഞ്ച് ഔട്ട്. അപ്പൊ ഇവിടെ പറയാണ് സോഷ്യൽ എവല്യൂഷൻ സിദ്ധാന്തം പിന്തുണയ്ക്കുന്നത് എന്തിനെയാണ്? സിംഗിൾ പ്രോഗ്രസീവ് ഡയറക്ഷനെയാണ്. അതുകൊണ്ട് തന്നെ പിന്നെന്താണ് അനലോഗി? അനലോഗി എന്ന് പറയുമ്പോൾ അത് ഏത് മോഡലാണ്? ട്രീ മോഡൽ. അതായത് ഒരു പുതിയ സമൂഹം. ട്രീ മോഡൽ എന്ന് പറഞ്ഞാൽ പല ശാഖകൾ. ട്രീന്റെ പ്രത്യേകത എന്താ? ട്രീ പറഞ്ഞാൽ മരം. അപ്പൊ ഇവിടെ അനലോഗി എന്ന് പറയുന്നത് ട്രീ മോഡലാണ്. കാരണം എന്താ? മരമാണ് എന്നാണോ? അല്ല. ട്രീയുടെ പ്രത്യേകത എന്താ? ഒരുപാട് ബ്രാഞ്ചസ് ഏതിനാണ്ടായിരിക്കുക? ട്രീക്കാണ്, മരത്തിനാണ് ഒരുപാട് ശാഖകൾ ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ഇവിടെ എന്തായിട്ട് അതിനെ കമ്പയർ ചെയ്യുന്നത് ട്രീ മോഡൽ എന്ന് പറയാനുള്ള കാരണം. അല്ലാതെ അനലോഗി ഒരു മരമാണ് എന്നല്ല അവിടെ പറയണത്. അനലോഗി എന്ന് പറഞ്ഞാൽ ട്രീ മോഡലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ തോട്ട് ചെയ്യണം? അതായത് അതൊരു ഡിഫറൻറ്റ് ബ്രാഞ്ചസ് ആണ്. നമുക്കറിയാം ഒരുപാട് ചില്ലകളും ശാഖകളും ഉൾപ്പെടുന്നതാണ് ഒരു മരം. അതുപോലെയാണ് ഏത്? അനലോഗി. ദ അനലോഗി ആർ ഫ്യൂസസ് ദ ട്രീ മോഡൽ വേർ ഏർലിയർ സൊസൈറ്റി ഫ്രം ദ റൂട്ട്സ് ആൻഡ് ലേറ്റർ സൊസൈറ്റി ബ്രാഞ്ച് ഔട്ട്. അതുകൊണ്ട് തന്നെ പുതിയ സമൂഹങ്ങൾ എങ്ങനെയാണ് ഒരു ട്രീ മോഡലായി നിലകൊള്ളുന്നു. മാത്രല്ല അത് ഒരുപാട് സൊസൈറ്റി ഫ്രം ദ റൂട്ട്സ് ആൻഡ് ലേറ്റർ സൊസൈറ്റി ബ്രാഞ്ച് ഔട്ട്. അതേപോലെ തന്നെ ഒരുപാട് ശാഖകളും വേരുകളും ഒക്കെ നിറഞ്ഞുകൊണ്ട് നിലനിൽക്കുന്ന ഒരു ട്രീ മോഡലാണ് ഏത് എന്നാ പറയുന്നത്? അനലോഗി. ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ പറയുന്നത്? ഓർഗാനിക് അനലോഗി. ഓർഗാനിക് അനലോഗിയെ എന്തുമായിട്ട് കമ്പയർ ചെയ്യാണ് ചെയ്യണത്? ബയോളജിക്കൽ ഓർഗാനിക്സ് ആയിട്ട് കമ്പയർ ചെയ്യാണ്. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്? അത് പ്രകൃതി നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രോ അപ്പ് ചെയ്യണത്. നാച്ചുറൽ ലോസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഗ്രോ അപ്പ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഗ്രോ അപ്പ് എന്ന് പറയുന്നത് എന്തിൽ നിന്നുള്ള എന്തിലേക്കുള്ള ചേഞ്ച് ആണ്? ഒരു സിമ്പിൾ സൊസൈറ്റിയിൽ നിന്നും ഒരു കോംപ്ലക്സ് സൊസൈറ്റിയിലേക്കുള്ള ചേഞ്ചിനെസ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് അതിന് ഏത് തിയറി എന്ന് പറയാം? യൂണിലീനിയർ തിയറി എന്ന് നമുക്കതിനെ അറിയപ്പെടാം. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ പ്രോഗ്രസീവ് ഡയറക്ഷൻ ആണ് അവിടെ നിലനിൽക്കുന്നത്. ഓൾ സൊസൈറ്റി ഇൻവോൾവ് ഇൻ എ സിംഗിൾ പ്രോഗ്രസീവ് ഡയറക്ഷൻ. അതുകൊണ്ട് അനലോഗി എന്ന് പറയുമ്പോൾ ഒരു ട്രീ മോഡലാണ് എന്ന് പറയുന്നത്. ട്രീ മോഡലാണ് പറഞ്ഞാൽ എന്താണ്? അനേകം ചില്ലകളും ശാഖകളും നിറഞ്ഞുകൊണ്ടുള്ള ഒരു ടെൻഡൻസിയാണ് ഏത് കാണിക്കുന്നത്? അനലോഗി കാണിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? അനലോഗി എന്ന് പറയുന്നത് ഒരു ട്രീ മോഡലാണ് എന്ന് പറയാനുള്ള കാരണം. ഇതാണ് ഓർഗാനിക് അനലോഗിയും ബയോളജിക്കൽ തിയറീസിനെയും കുറിച്ച് ഫസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാനുള്ള തിയറി. അടുത്തതായിട്ട് പിന്നെ എന്താ? സെക്കൻഡ് പാരഗ്രാഫിലേക്ക് കടക്കുമ്പോൾ എന്താ പറയുന്നത്? The second aspect of biological theory is natural selection. അതായത് ജീവശാസ്ത്രത്തിന്റെ ബയോളജിക്കൽ തിയറി എന്നാൽ ജീവശാസ്ത്രം. അപ്പൊ ജീവശാസ്ത്രത്തിന്റെ രണ്ടാമത്തെ ഭാഗം എന്തിനെ കമ്പയർ ചെയ്യുന്നു? നാച്ചുറൽ സെലക്ഷൻ. The second aspect of biological theory is natural selection, especially the idea of സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്. വീണ്ടും വരുന്നുണ്ട് ഈ ഒരു വേർഡ്. നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ തിയറിയിലും സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്താന്ന് പറഞ്ഞു തന്നിരുന്നു. അപ്പൊ നമ്മൾ ഇതൊക്കെ സെയിം ഒരേപോലത്തെ കമ്പയർ ചെയ്ത തിയറികളാണ്. ഒരു തിയറി തന്നെ നന്നായി മനസ്സിലാക്കി അത് വെച്ചിട്ട് തന്നെ മറ്റു തിയറിയിലും നമുക്ക് എന്ത് ചെയ്യാം? എഴുതാൻ സാധിക്കും.
അതുകൊണ്ട് എന്താണ് ഇവിടെ പറയുന്നത്? ദ സെക്കൻഡ് ആസ്പെക്ട് ഓഫ് ബയോളജിക്കൽ തിയറി ഈസ് നാച്ചുറൽ സെലക്ഷൻ, എക്സ്പെഷ്യലി ദ ഐഡിയ ഓഫ് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്. അതായത് ബയോളജിക്കൽ തിയറി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു നാച്ചുറൽ സെലക്ഷൻ ആണ്, ഒരു പ്രകൃതിപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ അത് ഏത് ഐഡിയയുമായിട്ട് മുന്നോട്ട് പോകുന്നു? സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്. സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് പറഞ്ഞാൽ എന്താ? ഏറ്റവും യോഗ്യനായവന്റെ നിലനിൽപ്പ് എന്നാണ്. ഇപ്പൊ എപ്പോഴും സൊസൈറ്റിയിൽ ആര് മാത്രമേ നിലനിൽക്കൂ? ഞാൻ നേരത്തെ പറഞ്ഞു, സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും, വീക്കർ ആയിട്ടുള്ളവരെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എലിമിനേറ്റ് ചെയ്യും. അതാണ് ഏത് തിയറി? സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ. ശക്തരായിട്ടുള്ളവർ അവിടെ നിലനിൽക്കുകയും വീക്കർ ആയിട്ടുള്ളവർ എന്ത് ചെയ്യപ്പെടും? എലിമിനേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ആ ഒരു തിയറിയെയാണ് ആര് ഇവിടെ എടുത്തു പറയുന്നത്? ഹെർബർട്ട് സ്പെൻസർ. അപ്പൊ ദ സെക്കൻഡ് ആസ്പെക്ട് ഓഫ് ബയോളജിക്കൽ തിയറി ഈസ് നാച്ചുറൽ സെലക്ഷൻ, എക്സ്പെഷ്യലി ദ ഐഡിയ ഓഫ് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്. അതായത് ഹെർബർട്ട് സ്പെൻസർ പറയുന്നത് എന്താണ്? യോഗ്യനായിട്ടുള്ളവർ എപ്പോഴും അവിടെ നിലനിൽക്കും. പ്രൊമോട്ടഡ് ബൈ ഹെർബർട്ട് സ്പെൻസർ. ആരാണ് പ്രൊമോട്ട് ചെയ്തത്? ഹെർബർട്ട് സ്പെൻസർ. However, unlike biological spices where fitness depends mainly on reproductive ability in society, survival depends on internal differences, resource use, and the adoption of social environments. Thus, biological concept cannot be fully applied to society. അതേപോലെ തന്നെ ഹവവർ എങ്ങനെയായാലും എന്താണ്? ജീവികളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചുകൊണ്ടാണ്? ബയോളജിക്കൽ സ്പൈസസ് വേർ ഫിറ്റ്നസ് ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ റീപ്രൊഡക്റ്റീവ് എബിലിറ്റി. ഒരു ജീവികളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചാണ്? റീപ്രൊഡക്റ്റീവ് എബിലിറ്റി. റീപ്രൊഡക്റ്റീവ് എബിലിറ്റി പറഞ്ഞാൽ എന്താണ്? പ്രജനന ശേഷി, ഉൽപാദന ശേഷി. ഒരു ജീവികളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? റീപ്രൊഡക്റ്റീവ് എബിലിറ്റിയെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? നമുക്കറിയാം, ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സൊസൈറ്റിയിൽ ദിനോസർ പോലെയുള്ള അത്തരത്തിലൊക്കെയുള്ള മൃഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഫോസിലുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും ആ വംശം ഇല്ലാണ്ടാവാനുള്ള കാരണം എന്താ? എന്തില്ലാതായതുകൊണ്ടാ? റീപ്രൊഡക്റ്റീവ് എബിലിറ്റി, പുനരുൽപാദനത്തിന്റെ ആ എബിലിറ്റി. പുനരുൽപാദനം, അവരിൽ നിന്നും പുനരുൽപാദനം ഇല്ലാതായതോടുകൂടിയാണ് ആ വംശം അവിടെ ഇല്ലാതാകാൻ കാരണം. അത് എക്സാമ്പിൾ പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഈ മനുഷ്യനായാലും റീപ്രൊഡക്ഷൻ നടക്കണം, പുനരുൽപാദനം നടക്കണം. മറ്റു മൃഗങ്ങളായാലും ജീവികളായാലും സസ്യങ്ങളായാലും എന്തിതാണെങ്കിലും അത് റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ മാത്രമേ അത് എവിടെ നിലനിൽക്കുള്ളൂ? സൊസൈറ്റിയിൽ നിലനിൽക്കുള്ളൂ. അതുകൊണ്ടാണ് ജീവശാസ്ത്രപരമായിട്ടുള്ള ഫിറ്റ്നസ്, ബയോളജിക്കൽ ഫിറ്റ്നസ് എന്തിനെ ആശ്രയിക്കുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം റീപ്രൊഡക്റ്റീവ് എബിലിറ്റി. ബയോളജിക്കൽ ഫിറ്റ്നസ് എപ്പോഴും, ജീവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? റീപ്രൊഡക്റ്റീവ് എബിലിറ്റിയെ. റീപ്രൊഡക്റ്റീവ് എബിലിറ്റി പറഞ്ഞാൽ എന്താ? പുനരുൽപാദന ശക്തിയെ ഏത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ബയോളജിക്കൽ ഫിറ്റ്നസ് ഡിപ്പെൻഡ് ചെയ്യുന്നു. കാരണം പുനരുൽപാദനം നടക്കുമ്പോൾ മാത്രമേ സൊസൈറ്റിയിൽ തലമുറ ഉണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ ആ വംശം എന്ത് ചെയ്യപ്പെടും? നശിക്കപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത് ബയോളജിക്കൽ ഫിറ്റ്നസ് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? റീപ്രൊഡക്റ്റീവ് എബിലിറ്റി നിലനിൽക്കണം എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇൻ സൊസൈറ്റി സർവൈവൽ ഡിപ്പെൻഡ് ഓൺ ഇന്റേണൽ ഡിഫറൻസസ്. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയുടെ ഇവിടെ എന്താണ് ഇവിടെ പറയുന്നത്? ശ്രദ്ധിക്കൂ. സമൂഹത്തിന്റെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നിലനിൽക്കണം? ഇന്റേണൽ ഡിഫറൻസസ്, റിസോഴ്സ് യൂസ്, അഡോപ്ഷൻ ഓഫ് സോഷ്യൽ എൻവയോൺമെന്റ്. അതായത് സൊസൈറ്റിയുടെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ആശ്രയിക്കുന്നുണ്ട്? ഇന്റേണൽ ഡിഫറൻസും വിഭവങ്ങളുടെ ഉപയോഗം, റിസോഴ്സ് യൂസും, അഡോപ്ഷൻ ഓഫ് സോഷ്യൽ എൻവയോൺമെന്റ്, സാമൂഹിക പരിസ്ഥിതിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സമൂഹത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്.
Thus, biological concept cannot be fully applied to society. അതുകൊണ്ട് ജീവശാസ്ത്രത്തിലെ ആശയങ്ങൾ മുഴുവനും നമുക്ക് എവിടെ പ്രയോഗിക്കാൻ കഴിയുന്നില്ല, സമൂഹത്തിൽ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, അപ്ലൈഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. Thus, biological concept, ജീവശാസ്ത്രപരമായ ആശയങ്ങൾ, thus biological concept cannot be fully applied to society. ജീവശാസ്ത്രപരമായ ആശയങ്ങൾ നമുക്ക് മുഴുവനായിട്ടും എവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല, സമൂഹത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓർഗാനിക് അനലോഗി ആൻഡ് ബയോളജിക്കൽ തിയറീസ് ഓഫ് എവല്യൂഷൻ എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. വളരെ അത്രയും ഷോർട്ട് ആക്കിയിട്ടാണ് ആ 2 പാരഗ്രാഫും ടീച്ചർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിന്റെ നോട്ട്സ് ക്ലിയർ ആയി എഴുതിയെടുക്കുക. അതേപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരച്ചിട്ടിട്ടുണ്ട്, അതൊക്കെ നോട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? തിയറീസ് ഓഫ് കൾച്ചറൽ എവല്യൂഷൻ. എന്താ കൾച്ചറൽ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ? സാംസ്കാരിക പരിണാമം. തിയറീസ് ഓഫ് കൾച്ചറൽ എവല്യൂഷൻ, അതായത് സാംസ്കാരികപരമായിട്ടുള്ള പരിണാമത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തിയറീസ് ഓഫ് കൾച്ചറൽ എവല്യൂഷൻ. Cultural evolution was later explained by early anthropologists like Edward B. Taylor, who viewed cultures as unified, universal human attribute. സാംസ്കാരിക പരിണാമം ആരൊക്കെയാണ് വികസിപ്പിച്ചത്? ആരൊക്കെയാണ് അതിന് എക്സ്പ്ലെയിൻ ചെയ്തത്? ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള, ആന്ത്രോപോളജിസ്റ്റ് പറഞ്ഞാൽ ആരാ? നരവംശ ശാസ്ത്രജ്ഞർ. ആന്ത്രോപോളജിസ്റ്റ് പറഞ്ഞാൽ ആരാണ്? നരവംശ ശാസ്ത്രജ്ഞരെയാണ് നമ്മൾ എന്ത് പറയുക? ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറയുക. മനുഷ്യനെ പഠിക്കുന്ന ശാസ്ത്രജ്ഞരാണ് ആന്ത്രോപോളജിസ്റ്റ്. അപ്പൊ ഈ കൾച്ചറൽ എവല്യൂഷന് രൂപം കൊടുത്തത് ആരാണ്? ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള എഡ്വേർഡ് ബി ടെയ്ലർ. ഒരു സോഷ്യോളജിസ്റ്റിന്റെ പേരാണ് എഡ്വേർഡ് ബി ടെയ്ലർ. ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള എഡ്വേർഡ് ബി ടെയ്ലർ ആണ് കൾച്ചറൽ എവല്യൂഷന് രൂപം കൊടുത്തത്. കൾച്ചറൽ എവല്യൂഷൻ വാസ് ലേറ്റർ എക്സ്പ്ലെയിൻഡ് ബൈ ഏർലി ആന്ത്രോപോളജിസ്റ്റ് ലൈക്ക് എഡ്വേർഡ് ബി ടെയ്ലർ. അപ്പോൾ ഒരു നരവംശ ശാസ്ത്രജ്ഞനായിട്ടുള്ള എഡ്വേർഡ് ബി ടെയ്ലർ ആണ് കൾച്ചറൽ എവല്യൂഷൻ എന്ന തിയറി എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെ എന്താണ് ആ തിയറിയിലൂടെ നമുക്ക് വ്യക്തമാക്കുന്നത്? ശ്രദ്ധിക്കൂ. who viewed culture as a unified, universal human attribute. കൾച്ചർ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? യൂണിവേഴ്സൽ ആണ്. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താ? സാർവത്രികം. കൾച്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നാ പറയുന്നത്? ഒരു യൂണിവേഴ്സലും ആണ്, യൂണിഫൈഡും ആണ്. അതായത് അതൊരു സാർവത്രികവുമാണ്. അതേപോലെ തന്നെ പിന്നെ എങ്ങനെയുള്ള സംസ്കാരം എന്ന് പറയുന്നത് എപ്പോഴും സാർവത്രികമായി നിലനിൽക്കുന്നതുമാണ്, ഏകീകൃതമായിട്ടുള്ള ഒന്നുമാണ്. He proposed the unilinear cultural evolution theory, suggesting that all society progress through 3 stages. അതുകൊണ്ട് തന്നെ ഈ കൾച്ചറൽ എവല്യൂഷൻ തിയറിയെ 3 സ്റ്റേജുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. ഏതൊക്കെയാണ്? കൾച്ചറൽ എവല്യൂഷൻ തിയറിയെ 3 സ്റ്റേജുകളിലായിട്ടാണ് കാണപ്പെടുക. സാവേജറി എന്ന് പറയുമ്പോൾ അരിഷിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ ഏതാണ്? ബാർബറിസം എന്ന് പറയുമ്പോൾ അത് ഒരു അതായത് രാജഭരണമൊക്കെ നിലനിൽക്കുന്ന ആ കാലഘട്ടത്തെയാണ് ബാർബറിസം. ആൻഡ് സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നാഗരികതയാണ് അവിടെ അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ സംസ്കാരത്തെ 3 രീതിയിലാണ് തരംതിരിക്കുന്നത്. ഏതൊക്കെ രീതിയിലാണ് സംസ്കാരത്തെ തരംതിരിച്ചത്? പ്രധാനമായും 3 രീതികളാണ് ഉപയോഗിച്ചത്. സാവേജറി, ബാർബറിസം, അതേപോലെ തന്നെ സിവിലൈസേഷൻ. ഇങ്ങനെ 3 രീതിയിലെയാണ് കൾച്ചറിനെ ഡിഫൈൻ ചെയ്തത്. അതാണ് കൾച്ചറൽ എവല്യൂഷൻ തിയറി എന്ന് പറയുന്നത്. കൾച്ചറൽ എവല്യൂഷൻ തിയറിയിൽ കൾച്ചറിനെ തരം തിരിച്ചത് 3 സ്റ്റേജസ് ആയിട്ടാ. ഏതൊക്കെയാണത്? 3 സ്റ്റേജസ് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണ്? അതായത് തീരെ സംസ്കാരമൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ് സാവേജറി. പിന്നെ ബാർബറിസം.
ആ കാലഘട്ടത്തിലാണ് പല രാജാക്കന്മാരൊക്കെ അറബ് രാഷ്ട്രങ്ങളിലൊക്കെ ഉള്ള രാജാക്കന്മാരൊക്കെ ഇന്ത്യയിലേക്ക് വന്ന് അതായത് അറബ് സഞ്ചാരികളൊക്കെ ഇന്ത്യയിൽ വന്ന് ഇവിടെ ഭരണം നടത്തിയ കാലഘട്ടമാണ് ബാർബറിസം. സിവിലൈസേഷൻ, നാഗരികത. അങ്ങനെ 3 രീതിയിലാണ് കൾച്ചറൽ എവല്യൂഷനെ ഡിഫൈൻ ചെയ്തത്. അക്കോർഡിംഗ് ടു ടൈലർ, advancement such as agriculture and literacy marked major leaps in human cultural development. അതേപോലെ തന്നെ കൃഷിയുടെ ആരംഭവും തുടർന്ന് ലിപിയുടെ വികസനവും അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റും ലിറ്ററസിയും വളർന്നതോടുകൂടി എന്തിലും വളർച്ച ഉണ്ടായി? ഹ്യൂമൻ കൾച്ചറൽ ഡെവലപ്മെന്റ്. ഹ്യൂമൻ കൾച്ചറൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ മനുഷ്യ സംസ്കാരത്തിൽ ഡെവലപ്മെന്റ് ഉണ്ടാകാൻ അത് കാരണമായി എന്നാണ് ആരഭിപ്രായപ്പെട്ടത്? ടൈലർ. അക്കോർഡിംഗ് ടു ടൈലർ, അഡ്വാൻസ്മെന്റ് സച്ച് ആസ് അഗ്രികൾച്ചർ ആൻഡ് ലിറ്ററസി, അഗ്രികൾച്ചറിലും ലിറ്ററസിയിലും ഡെവലപ്പ് ഉണ്ടായപ്പോൾ അത് എന്തിനേക്ക് വഴിവെച്ചു? ഹ്യൂമൻ കൾച്ചറൽ ഡെവലപ്മെന്റ്. ഇതാണ് കൾച്ചറൽ എവല്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടാണ് ആ ഒരു പാരഗ്രാഫ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൾച്ചറൽ എവല്യൂഷൻ 3 കാലഘട്ടമാണ് കടന്നു പോകുന്നത്. ഏതൊക്കെ കാലഘട്ടമാണ് അതിൽ കടന്നുപോയത്? സാവേജറിയും ബാർബറിസും സിവിലൈസേഷനും. പിന്നീട് അഗ്രികൾച്ചറും ലിറ്ററസിയും ഒക്കെ ഡെവലപ്പ് ചെയ്തപ്പോൾ അത് എന്തിന്റെ ഡെവലപ്പിന് കാരണമായി എന്നാണ് ടൈലർ പറയുന്നത്? ഹ്യൂമൻ കൾച്ചറൽ ഡെവലപ്മെന്റിന്റെ മനുഷ്യ സാംസ്കാരിക വികസനത്തിന് അത് കാരണമായി എന്ന് അഭിപ്രായപ്പെട്ടു? ടൈലർ അഭിപ്രായപ്പെട്ടു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുക. ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മൾ ലൈവ് സെക്ഷൻ വെക്കുമ്പോൾ ക്ലിയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്ത ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് നിയോ എവല്യൂഷണറി തിയറി. നിയോ എവല്യൂഷണറി തിയറി, അതായത് നിയോ എവല്യൂഷണറി തിയറി എന്ന് പറയുമ്പോൾ പരിണാമ സിദ്ധാന്തം പുതിയൊരു കാലഘട്ടത്തിലേക്ക് പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. അതാണ് നിയോ എവല്യൂഷണറി തിയറി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നിയോ എവല്യൂഷണറി സിദ്ധാന്തത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വ്യക്തമാക്കുന്നത് എന്ന് പരിശോധിക്കാം. ഈ ഒരു എഴുതിയിട്ട കാര്യങ്ങൾ ആദ്യത്തെ 2 പാരഗ്രാഫിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ആദ്യത്തെ ഫസ്റ്റ് 2 പേജ് നമ്പർ 13 ആദ്യത്തെ 2 പാരഗ്രാഫിലും വരുന്ന കാര്യങ്ങളാണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള പാരഗ്രാഫിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയണം. അപ്പോൾ ആ 13 പേജ് നമ്പർ 13 ഫസ്റ്റ് 2 പാരഗ്രാഫിൽ വരുന്ന കാര്യങ്ങളാണ് ഇവിടെ ടീച്ചർ ഡിസ്കഷൻ നടത്തുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. നിയോ എവല്യൂഷണറി തിയറീസ് എമർജ്ഡ് ബിറ്റ്വീൻ ദ 1940s ആൻഡ് 1915. 1940കളിലും 1960കളിലുമാണ് ഏത് സിദ്ധാന്തം രൂപപ്പെട്ടത്? 1940 1960കളിൽ സാമൂഹിക പരിവർത്തനത്തെക്കുറിച്ചുള്ള പഴയ ആശയങ്ങളെ പുനർചിന്തിക്കുന്ന ഒരു പ്രവണതയുണ്ടായി. പഴയതിനെ എന്തിലേക്ക് മാറ്റിയാണ്? പുതിയതിലേക്ക് മാറ്റിയാണ്. നിയോ എവല്യൂഷണറി തിയറീസ് എമർജ്ഡ് ബിറ്റ്വീൻ 1940s ആൻഡ് 1915. 1940 1960 കാലഘട്ടത്തിലാണ് ഏത് തിയറി പുനരാരംഭിച്ചത്? നിയോ എവല്യൂഷണറി തിയറി ആവിഷ്കരിച്ചത്. എക്സ്പെഷ്യലി ആഫ്റ്റർ ദ വേൾഡ് വാർ വെൻ സ്കോളേഴ്സ് ബിഗെയിൻ റീതിങ്കിങ് ദ ഏർലിയസ്റ്റ് ക്ലാസിക്കൽ എവല്യൂഷണറി ഐഡിയാസ്. അതേപോലെ തന്നെ പിന്നെ എന്താ പറയുന്നത്? 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം സമൂഹങ്ങൾ എങ്ങനെയായിരുന്നു? ഒരു പൊതുവായ വികാസരേഖ പിന്തുടർന്നു എന്ന ആശയം പൂർണ്ണമായി നിരസിക്കാനാവില്ലെന്ന് ചില പണ്ഡിതന്മാർ കരുതി. എക്സ്പെഷ്യലി ആഫ്റ്റർ ദ വേൾഡ് വാർ when scholars began rethinking the earlier classical evolutionary ideas, they felt that society did show general pattern of development. അവിടെ എന്താ പറയുന്നത്? അതായത് 2ാം ലോക മഹായുദ്ധങ്ങൾക്ക് ശേഷം സമൂഹങ്ങൾ പൊതുവായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് especially after the World War when scholars began rethinking earlier classical evolutionary idea. അപ്പോൾ എന്താണ്? 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ തിങ്കേഴ്സ് ക്ലാസിക്കൽ എവല്യൂഷണറി ഐഡിയ ഒരു ക്ലാസിക്കൽ എവല്യൂഷണറി ഐഡിയ എന്ത് ചെയ്തു? റീതിങ്കിങ് ചെയ്തു.
ഒരു പുതിയ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പണ്ഡിതന്മാർ ചിന്തിക്കുകയും ദേ ഫെൽറ്റ് ദാറ്റ് സൊസൈറ്റി ഡിഡ് ഷോ ജനറൽ പാറ്റേൺ ഓഫ് ഡെവലപ്മെന്റ് ബട്ട് ദ ഓൾഡർ തിയറീസ് വേർ ടു റിജിഡ്, ടു ലീനിയർ ആൻഡ് ലാക്ക്ഡ് ഹിസ്റ്റോറിക്കൽ കണ്ടസ്റ്റ്. അതേപോലെ തന്നെ പിന്നെന്താണ്, അങ്ങനെ സമൂഹങ്ങൾ പൊതുവായിട്ടുള്ളൊരു വികാസരേഖ പിന്തുടരാൻ തുടങ്ങി. they felt that society did show general pattern of development. സമൂഹം എന്ത് പിന്തുടർന്നു എന്നാ പറയുന്നത്? ഒരു ജനറൽ പാറ്റേൺ ഓഫ് ഡെവലപ്മെന്റ്. ജനറൽ പാറ്റേൺ ഓഫ് ഡെവലപ്മെന്റ് പറഞ്ഞാൽ എന്താണ്? അതായത് പൊതുവായിട്ടുള്ള ഒരു വികസന രേഖ പിന്തുടരാൻ തുടങ്ങി. ബട്ട് ദ ഓൾഡർ തിയറീസ് വേർ ടു റിജിഡ്, ടു ലീനിയർ ആൻഡ് ലാക്ക്ഡ് ഹിസ്റ്റോറിക്കൽ കണ്ടസ്റ്റ്. അങ്ങനെ ഈ ആശയം പൂർണ്ണമായും നിരസിക്കാനാവില്ലെന്ന് ചില പണ്ഡിതന്മാർ കരുതുകയും വളരെ സ്ഥിരവും ചരിത്രപരമായ മാറ്റങ്ങളെ അവഗണിക്കുന്നതുമായ ഘടനാ പ്രവർത്തന സിദ്ധാന്തത്തെ വിമർശിച്ചുകൊണ്ട് യുദ്ധാന്തര കാലത്തെ വേഗത്തിലുള്ളൊരു സാമൂഹിക മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ മാറ്റം എന്ന ആശയത്തിലേക്ക് എന്ത് ചെയ്തു? ശ്രദ്ധ വയ്ക്കുകയും ചെയ്തു. അപ്പോൾ 1940-60 കാലഘട്ടത്തിൽ ആ ചിന്തകന്മാർ ഒരു ക്ലാസിക്കൽ ചിന്താഗതിക്ക് നേതൃത്വം കൊടുത്തു. അങ്ങനെ ആ ക്ലാസിക്കൽ ചിന്താഗതി എന്ന് പറയുമ്പോൾ ഒരു പൊതുവായിട്ടുള്ള ഡെവലപ്മെന്റിന്, ഒരു ജനറൽ പാറ്റേൺ ഓഫ് ഡെവലപ്മെന്റ് പിന്തുടരുകയും മാത്രമല്ല ഈ ഒരു ഡെവലപ്മെന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല എന്നാ പറയുന്നത്, നിരസിക്കാൻ കഴിയില്ലെന്നും മാത്രമല്ല ഒരു സ്ഥിരമായിട്ടും സ്റ്റാറ്റിക് ആയിട്ടും അതേപോലെ തന്നെ പിന്നെ എങ്ങനെയാണ് ചരിത്രപരമായ മാറ്റങ്ങളെ for being static interest in social change grew in the rapidly transforming post-World War. അതായത് വളരെ സ്ഥിരവും ചരിത്രപരവുമായ മാറ്റങ്ങളെ അവഗണിക്കുന്നതുമായ ഘടനാ പ്രവർത്തന സിദ്ധാന്തത്തെ വിമർശിച്ചുകൊണ്ട് യുദ്ധാന്തര കാലഘട്ടത്തിലെ വേഗത്തിലുള്ള സാമൂഹിക മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ മാറ്റം എന്ന ആശയത്തിലേക്ക് എന്ത് ചെയ്തു? ശ്രദ്ധ ഉയർത്തുകയും ചെയ്തു. ഇപ്പോൾ പോസ്റ്റ് വേൾഡ് വാറിൽ നിന്നും എന്തിലേക്കുള്ള ട്രാൻസ്ഫോർമിംഗ് ആണ്? ചേഞ്ച് ഗ്രൂവ് ഇൻ ദ റാപ്പിഡ്ലി ട്രാൻസ്ഫോർമിംഗ് പോസ്റ്റ് വേൾഡ് വാർ. യുദ്ധാന്തര കാലഘട്ടത്തിൽ നിന്നും യുദ്ധാന്തര കാലഘട്ടത്തിൽ ഇങ്ങനെ സ്റ്റാറ്റിക്കായി നിൽക്കാതെ എന്തിലേക്ക് കടന്നു പോരണം എന്നാണ് പറയുന്നത്? സാമൂഹികമായിട്ടുള്ള മാറ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ് ഏത് തിയറിസ്റ്റുകൾ പറയുന്നത്? നിയോ എവല്യൂഷണറി തിയറിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. ഇപ്പം നിയോ എവല്യൂഷണറി തിയറിസ്റ്റുകൾ പറയുന്നത് എന്താണ്? വെറും പോസ്റ്റ് വേൾഡ് വാറിൽ മാത്രം നിലനിൽക്കാതെ സാമൂഹികപരമായിട്ടുള്ളൊരു മാറ്റത്തിലേക്ക് കടന്നു വരണം, സാമൂഹിക മാറ്റം സൊസൈറ്റിയിൽ ഉണ്ടാവണം എന്നാണ് നിയോ എവല്യൂഷണറി തിയറിസ്റ്റുകൾ അഭിപ്രായപ്പെട്ടത്. അതേപോലെ തന്നെ വിത്ത് ക്രിറ്റിസിസം ഓഫ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം ഫോർ ബീയിങ് സ്റ്റാറ്റിക്. ഒരു ഘടനാപരമായ പ്രവർത്തനത്തിന്റെ നിലനിൽപ്പിനെ അവർ എന്ത് ചെയ്തു? ക്രിറ്റിസൈസ് ചെയ്തു, വിമർശിച്ചു. എന്നിട്ട് എന്താണ് അവരവിടെ പറയുന്നത്? ഇൻട്രസ്റ്റ് ഇൻ സോഷ്യൽ ചേഞ്ച് ഗ്രൂവ് ഇൻ ദ റാപ്പിഡ്ലി ട്രാൻസ്ഫോർമിംഗ് പോസ്റ്റ് വേൾഡ് വാർ പീരിയഡ്. യുദ്ധാനന്തര കാലഘട്ടത്തിൽ എന്തിനു മാറ്റം വരുത്തണം? അതായത് സാമൂഹിക മാറ്റത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടണം എന്ന് ആരവകാശപ്പെട്ടു? നിയോ എവല്യൂഷണറി തിയറിസ്റ്റുകൾ അഭിപ്രായപ്പെട്ടു. എന്തിനെ അവർ വിമർശിക്കുകയും ചെയ്തു? സ്ട്രക്ചറൽ ഫങ്ഷണലിസത്തെ അവരെന്ത് ചെയ്തു? ക്രിറ്റിസൈസ് ചെയ്യുകയും ചെയ്തു. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ വരുന്ന ഭാഗം. അടുത്ത ഇതായിട്ട് പറയുന്നത് എന്താണ്? Major contribution to new evolutionary thought include Julian Stewart, Leslie White, Marshall Chalin and Elman Service approach was to study evolution inductively. അതേപോലെ തന്നെ ന്യൂ എവല്യൂഷണറി സിദ്ധാന്തങ്ങളുടെ പ്രധാന പ്രതിനിധികളായിട്ട് ആരേനൊക്കെ അറിയപ്പെടുന്നത്? മേജർ കോൺട്രിബ്യൂഷൻ ടു നിയോ എവല്യൂഷണറി തോട്ട്, നിയോ എവല്യൂഷണറി തിയറിയുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് ആരൊക്കെയാണ് അറിയപ്പെടുന്നത്? ജൂലിയൻ സ്റ്റുവാർഡ്, പിന്നെ ലെസ്ലി വൈറ്റ്, മാർഷൽ ഫാഹ്ലിൻസ് ആൻഡ്
എൽമാൻ സർവീസ് ഇവരെയൊക്കെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? നിയോ എവല്യൂഷണറി തോട്ട്സ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മേജർ കോൺട്രിബ്യൂഷൻ ടു നിയോ എവല്യൂഷണറി തോട്ട്. അതായത് നിയോ എവല്യൂഷണറിസ്റ്റുകളായിട്ട് അറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ജൂലിയൻ സ്റ്റുവാർട്ടും ലെസ്ലി വൈറ്റും മാർഷൽ ഷാലിൻസും എൽമാൻ സർവീസും. മാത്രമല്ല, അപ്രോച്ച് വാസ് ടു സ്റ്റഡി എവല്യൂഷൻ ഇൻഡക്റ്റീവ്ലി through empirical evidence rather than through broad purely logical deduction used by classical evolutionists. അതേപോലെ തന്നെ പിന്നെന്താണ് അവരവിടെ വ്യക്തമാക്കുന്നത്? ഇവരുടെ പൊതുവായ രീതി എന്ന് പറയുന്നത് സംസ്കാരവും സമൂഹവും എങ്ങനെ വികാസം പ്രാപിക്കുന്നു എന്നത് ഒരു ഇൻഡക്റ്റീവ് രീതിയിൽ അല്ലെങ്കിൽ തെളിവുകളെ ആശ്രയിച്ച് മനസ്സിലാക്കുക എന്നതായിരുന്നു. അപ്പോൾ ജൂലിയൻ സ്റ്റുവാർട്ടും ലെസ്ലി വൈറ്റും മാർഷൽ ഷാലിനും എൽമാൻ സർവീസും അവരുടെയൊക്കെ ഈ നിയോ എവല്യൂഷണറി തിയറിയെ അവരെങ്ങനെയാണ് കൺസിഡർ ചെയ്തത്? അവരെങ്ങനെയാണ് അതിനെ വ്യക്തമാക്കിയത്? അതായത് ഇവരെല്ലാവരും പറയുകയാണ് ഇവരുടെ പൊതുവായ രീതി എന്ന് പറയുന്നത് കൾച്ചറും സൊസൈറ്റിയും എങ്ങനെ ഡെവലപ്പ് ചെയ്തു, ഒരു സംസ്കാരവും സമൂഹവും എങ്ങനെയാണ് എന്ത് ചെയ്തത്? ഡെവലപ്പ് ചെയ്തത്, അതേപോലെ തന്നെ എങ്ങനെ വികാസം പ്രാപിക്കുന്നു എന്നത് ഒരു ഇൻഡക്റ്റീവ് രീതിയിൽ അതായത് അതൊരു ഇൻഡക്റ്റീവ് രീതിയിൽ അവിടെ അവരെന്ത് ചെയ്യാണ് ചെയ്യുന്നത്? പരിശോധിച്ചു. മാത്രമല്ല, പ്രായോഗിക തെളിവുകളെ ആശ്രയിച്ച് മനസ്സിലാക്കാനും ആരെ ആവശ്യപ്പെട്ടു? ഈ ജൂലിയൻ സ്റ്റുവാർട്ടും ലെസ്ലി വൈറ്റും മാർഷൽ ഷാലിനും എൽമാൻ സർവീസും അഭിപ്രായപ്പെടുകയാണ്. പ്യുവർലി ലോജിക്കൽ ഡിഡക്ഷൻ യൂസ്ലി ക്ലാസിക്കൽ എവല്യൂഷനിസ്റ്റ്. അതിന് പൂർവ്വകാല എവല്യൂഷനിസ്റ്റുകൾ ഉപയോഗിച്ച ഡിഡക്റ്റീവ് രീതിയാണ് അവരവിടെ യൂസ് ചെയ്യുന്നത്. പ്യുവർലി ലോജിക്കൽ ഡിഡക്ഷൻ, ഈ ഒരു അതായത് ഒരു പ്യുവർലി ലോജിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധമായിട്ടുള്ള ഒരു ലോജിക്കൽ സിദ്ധാന്തമാണ് ഏത് തിയറിയിൽ ഉൾപ്പെടുത്തിയത്? ക്ലാസിക്കൽ എവല്യൂഷനിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ നിയോ എവല്യൂഷണറിസ്റ്റുകളായിട്ട് അറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ജൂലിയൻ സ്റ്റുവാർട്ട്, ലെസ്ലി വൈറ്റ്, മാർഷൽ ഷാലിൻ, എൽമാൻ സർവീസ്. അവരെന്താണ് ആ തിയറിയിൽ പറയുന്നത്? അപ്രോച്ച് വാസ് ടു സ്റ്റഡി എവല്യൂഷൻ ഇൻഡക്റ്റീവ്ലി ത്രൂ എംപെരിക്കൽ എവിഡൻസ്. എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ തിയറിയെ സ്റ്റഡി നടത്തുന്നത്. മാത്രമല്ല പിന്നെന്താണ്? അതേപോലെ തന്നെ പ്യുവർലി ലോജിക്കൽ ഡിഡക്ഷൻ എന്ന് പറയുന്നത് ശുദ്ധമായ, പ്യുവർലി പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധമായിട്ടുള്ള ലോജിക്കലായിട്ടുള്ള ഒരു മെത്തേഡിലൂടെയാണ് ഈ പരിണാമ സിദ്ധാന്തത്തെ വിവരിക്കാൻ ആര് ശ്രമിച്ചത്? നിയോ ക്ലാസിക്കൽ എവല്യൂഷണറിസ്റ്റുകൾ ശ്രമിച്ചത്. ആൻഡ് ദെൻ they emphasize the social evolution must be understood in relation to its environmental, historical and cultural context, making the theories more flexible, scientific and realistic. അതേപോലെ തന്നെ പിന്നെന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? സമൂഹത്തിന്റെ വികാസത്തെ എംഫസൈസ് ദ സോഷ്യൽ എവല്യൂഷൻ മസ്റ്റ് ബി അണ്ടർസ്റ്റുഡ് ഇൻ സാമൂഹിക പരിണാമം എന്തിനെ എന്നതുകൊണ്ട് എന്താണ് ഇവിടെ അണ്ടർസ്റ്റുഡ് ചെയ്യുന്നത്? മനസ്സിലാക്കപ്പെടുന്നത് എന്താണ്? റിലേഷൻ ടു ഈസ് എൻവയോൺമെന്റൽ, അതായത് അതിൻ്റെ പരിസ്ഥിതിയുമായിട്ടും ഹിസ്റ്റോറിക്കൽ ചരിത്രപരമായിട്ടും കൾച്ചറൽ സാംസ്കാരികപരമായിട്ടും തുടങ്ങിയ കാര്യങ്ങളായാണ് ഇവിടെ അതെന്ത് ചെയ്യുന്നത്? ഊന്നൽ നൽകുന്നത്. മാത്രമല്ല ഇതിലൂടെ എവല്യൂഷണറി പഠനം കൂടുതൽ ശാസ്ത്രീയവും ഫ്ലെക്സിബിളും ആക്കുന്നുണ്ട്, സയന്റിഫിക്കും ആക്കുന്നുണ്ട്, റിയലിസ്റ്റിക്കും ആക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലൂടെ ഈ എവല്യൂഷണറി തിയറി എങ്ങനെയാണ് എന്നാ പറയുന്നത്? മോർ ഫ്ലെക്സിബിൾ, അതൊരയഞ്ഞ രീതിയാണ്. സയന്റിഫിക് ശാസ്ത്രീയ രീതിയാണ്. റിയലിസ്റ്റിക് യഥാർത്ഥ രീതിയാണ്. അപ്പോൾ ഈ ഒരു തിയറിയിലൂടെ സാമൂഹിക പരിണാമത്തെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? എൻവയോൺമെന്റലായിട്ടും ഹിസ്റ്റോറിക്കലായിട്ടും കൾച്ചറലായിട്ടുമാണ്, പ്രകൃതിപരമായിട്ടും ചരിത്രപരമായിട്ടും സാംസ്കാരികപരമായിട്ടുമാണ് ഈ സോഷ്യൽ എവല്യൂഷനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല സോഷ്യൽ എവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? മോർ ഫ്ലെക്സിബിൾ, ഇതൊരു ഫ്ലെക്സിബിൾ ആണ്, സയന്റിഫിക് ശാസ്ത്രീയമാണ്, റിയലിസ്റ്റിക് യഥാർത്ഥമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്ന തിയറിയെയാണ് ഏത് പേരിൽ അറിയപ്പെട്ടത്? നിയോ എവല്യൂഷണറി തിയറി. ഇതിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണ്? ജൂലിയൻ സ്റ്റുവാർട്ടും ലെസ്ലി വൈറ്റും മാർഷൽ ഷാലിൻസും എൽമാൻ സർവീസും.
ഇത്രയും പേരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. മാത്രമല്ല ഒരു പ്യുവർലി ലോജിക്കൽ എഡ്യൂക്കേഷൻ ആയിരുന്നു ഇത്. മാത്രമല്ല ഇത് സാമൂഹിക പരിണാമത്തെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മനസ്സിലാക്കിയത്? എൻവയോൺമെന്റൽ ആയിട്ടും ഹിസ്റ്റോറിക്കൽ ആയിട്ടും കൾച്ചറൽ ആയിട്ടുമാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. മാത്രമല്ല ഇത് കൂടുതൽ ഫ്ലെക്സിബിൾ ആണ്, സയന്റിഫിക് ആണ്, റിയലിസ്റ്റിക് ആണ്. ഇതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിയോ എവല്യൂഷണറി തിയറി. ഇതിന്റെ ആദ്യത്തെ 2 പാരഗ്രാഫിൽ വരുന്ന കാര്യങ്ങളാണ് ടീച്ചർ അനലൈസ് ചെയ്തത്. ഇനി നമുക്ക് പേജ് നമ്പർ അതായത് 13 വരുന്ന കാര്യങ്ങളാണ് ടീച്ചർ പറഞ്ഞത്. ഇനി 14, 15 പാരഗ്രാഫുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ ആണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നിയോ എവല്യൂഷണറി തിയറിയിലെ അടുത്ത പാരഗ്രാഫുകളെ കുറിച്ചാണ് അനലൈസ് ചെയ്യുന്നത്. ആദ്യത്തെ 13 പേജ് നമ്പർ 13 അതിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് പാരഗ്രാഫുകളായിരുന്നു. ഇനി നമ്മൾക്ക് ഇവിടെ പറയാൻ പോകുന്നത് പേജ് നമ്പർ 14 നിയോ എവല്യൂഷണറി തിയറിയുമായി ബേസ് ചെയ്തുകൊണ്ടുള്ള പാരഗ്രാഫുകളെ ഷോർട്ടാക്കി ഇവിടെ എഴുതിയിട്ടാണ്. അപ്പോൾ നമ്മൾ നിയോ എവല്യൂഷണറി തിയറിയുടെ ഫസ്റ്റ് സെക്കൻഡ് പാരഗ്രാഫുകൾ അനലൈസ് ചെയ്തു. ഇനി നമ്മൾ ബാക്കി വരുന്ന അതായത് പേജ് നമ്പർ 14 പാരഗ്രാഫുകളാണ് ടീച്ചർ ഇവിടെ ഷോർട്ടാക്കി എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം എന്താണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കൂ. നിയോ എവല്യൂഷണറി തിങ്കേഴ്സ് ലൈക്ക് ജൂലിയൻ സ്റ്റുവാർഡ് ആൻഡ് ലെസ്ലി വൈറ്റ്. നിയോ എവല്യൂഷണറി തിങ്കേഴ്സുകളായിട്ടുള്ള ജൂലിയൻ സ്റ്റുവാർഡ് ആൻഡ് ലെസ്ലി വൈറ്റ് അവരെന്താണ് ചെയ്യുന്നത്? റിവൈവ്ഡ് എവല്യൂഷണറി ഐഡിയാസ് ഇൻ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി. അതായത് പരിണാമ ആശയമായിട്ടുള്ള സോഷ്യോളജിയെയും ആന്ത്രോപോളജിയെയും അവിടെ എന്ത് ചെയ്യുന്നു? റിവൈവ്ഡ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ് അവരവിടെ റിമൂവ് ചെയ്യുന്നത്? റിമൂവിങ് ദ ഏർലിയർ തിയറീസ് എന്തനോസെൻട്രിക് ആൻഡ് സ്പെക്കുലേറ്റീവ് ബേസസ്. സ്പെക്കുലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഊഹപരമായിട്ടുള്ള കാര്യങ്ങൾ. സ്പെക്കുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഊഹക്കച്ചവടം എന്നൊക്കെയാണ് സ്പെക്കുലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഊഹാപോഹങ്ങളെ അഥവാ സ്പെക്കുലേറ്റീവിനെ അവിടെ റിമൂവ് ചെയ്തുകൊണ്ട് ഒരു നരവംശാസ്ത്രപരമായിട്ടുള്ള ഐഡിയക്കാണ് ആര് നേതൃത്വം കൊടുത്തത്? നിയോ എവല്യൂഷണറി തിങ്കേഴ്സ് ആയിട്ടുള്ള ജൂലിയൻ സ്റ്റുവാർഡും ലെസ്ലി വൈറ്റും നേതൃത്വം കൊടുത്തത്. Neo evolutionary thinkers like Julian Stewart and Leslie White revived evolutionary ideas in sociology and anthropology. ശാസ്ത്രത്തിനും അതേപോലെ തന്നെ നരവംശാസ്ത്രത്തിനും. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സമൂഹശാസ്ത്രം, ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ നരവംശാസ്ത്രം. അപ്പൊ ഇതിനെ രണ്ടിനെയും പരിണാമ സിദ്ധാന്തത്തിലൂടെ അവിടെ എന്ത് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്? അതിനെ പുനഃപരിശോധന നടത്തുകയും എന്നാൽ എന്തിനെ റിമൂവ് ചെയ്യാനാണ് ഇവിടെ അവർ ശ്രമിക്കുന്നത്? എന്തനോസെൻട്രിക് ആൻഡ് സ്പെക്കുലേറ്റീവ് ബേസസ്. അതായത് മുൻകാലപരമായിട്ടുള്ള കാര്യങ്ങളെയും ഊഹാപോഹങ്ങളെയും എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ഇത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ജൂലിയൻ സ്റ്റുവാർഡ് 1955 introduced the concept of cultural ecology and proposed the theory of mass-linear evolution. He argued that culture evolves in relation to the environment, technology and subsistence pattern, and that different society may follow multiple evolutionary paths rather than a single universal line. ജൂലിയൻ സ്റ്റുവാർഡ് 1955 സ്റ്റുവാർഡ് ആരാണ്? ജൂലിയൻ സ്റ്റുവാർഡ് എന്തിനെ കുറിച്ചാണ് അവിടെ അവതരിപ്പിച്ചത്? ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് കൾച്ചറൽ ഇക്കോളജി. സാംസ്കാരിക പരിസ്ഥിതി ശാസ്ത്രം എന്ന് പറയും. കൾച്ചറൽ എക്കോ ഫ്രണ്ട്ലി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. അതിനെയാണ് എക്കോളജി എക്കോ ഫ്രണ്ട്ലി എന്ന് പറയുക. അപ്പൊ ഇവിടെ ജൂലിയൻ സ്റ്റുവാർഡ് 1955 കൾച്ചറൽ ഇക്കോളജിയെ എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോ ഈ കൾച്ചറൽ ഇക്കോളജി എന്ന ആശയത്തിനും അവതരിപ്പിച്ചു ആര്? ജൂലിയൻ സ്റ്റുവാർഡ് എന്ന് 1955.
1955 ജൂലിയൻ സ്റ്റിവാർഡ് കൾച്ചറൽ ഇക്കോളജി എന്ന ആശയത്തിന് രൂപം കൊടുത്തു. ആൻഡ് പ്രൊപ്പോസ് ദ തിയറി ഓഫ് അതായത് മൾട്ടിലീനിയർ എവല്യൂഷൻ. അതേപോലെ തന്നെ ഈ തിയറി പ്രൊപ്പോസ് ദ തിയറി ഓഫ്, ഈ തിയറി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത് ഒരു മൾട്ടിലീനിയർ എവല്യൂഷൻ. ഇതൊരു ഏത് തരത്തിലുള്ള പരിണാമമാണ് എന്നാ പറയുന്നത്? മൾട്ടിലീനിയർ എവല്യൂഷൻ എന്ന സിദ്ധാന്തം മുന്നോട്ട് വെക്കുകയും ചെയ്തു. ബഹുവിധ പരിണാമം. മൾട്ടിലീനിയർ എന്ന് പറഞ്ഞാൽ എന്താ? ബഹുവിധം. ഇപ്പൊ ജൂലിയസ് സ്റ്റിവാർഡ് 1955 കൾച്ചറൽ ഇക്കോളജി എന്ന ആശയം വികസിപ്പിക്കുകയും പിന്നെ എന്ത് മുന്നോട്ട് വെച്ചു? തിയറി ഓഫ് മൾട്ടിലീനിയർ എവല്യൂഷൻ എന്ന തിയറി മുന്നോട്ട് വെക്കുകയും ചെയ്തു. He argued that culture evolves in relation to the environment. സംസ്കാരം, കൾച്ചർ എപ്പോഴും എന്തിനുമായി ബന്ധമുണ്ട് എന്നാ പറയുന്നത്? എൻവയോൺമെന്റ്, പരിസ്ഥിതിയുമായിട്ട്. അതുകൊണ്ട് ജൂലിയസ് സ്റ്റിവാർഡ് ആർഗ്യൂ ചെയ്യുന്നു. He argued that പറഞ്ഞാൽ ജൂലിയസ് സ്റ്റിവാർഡ് argued that culture evolves in relation to the environment. കൾച്ചർ എപ്പോഴും എന്തുമായിട്ട് റിലേഷൻ ഉണ്ട്? എന്തുമായിട്ടാണ് കൾച്ചർ ബന്ധം നിലനിർത്തുന്നത്? എൻവയോൺമെന്റ്, പരിസ്ഥിതിയുമായിട്ട്. കൾച്ചർ ഇവോൾവ്സ് ഇൻ റിലേഷൻ ടു ദ എൻവയോൺമെന്റ്. പിന്നെ എന്തൊക്കെയായിട്ടാ? ടെക്നോളജി, സാങ്കേതികത, ആൻഡ് സബ്സിസ്റ്റൻസ് പാറ്റേൺ, and that different society may follow multiple evolutionary path rather than a single universal line. അതുകൊണ്ട് എന്താണ് ഇവിടെ പറയുന്നത്? എവല്യൂഷൻ എന്ന് അതായത് എപ്പോഴും പരിസ്ഥിതി എന്തൊക്കെ കാര്യങ്ങളുമായിട്ട് ബന്ധം പുലർത്തുന്നുണ്ട്? ഇവിടെ ശ്രദ്ധിക്കൂ. ഹി ആർഗ്യൂസ് ദാറ്റ് സംസ്കാരം എന്തൊക്കെ കാര്യങ്ങളുമായിട്ടാണ് ബന്ധം പുലർത്തുന്നത്? പരിസ്ഥിതിയുമായിട്ടും സാങ്കേതിക വിദ്യയുമായിട്ടും. സബ്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സിസ്റ്റൻസ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ? ഉപജീവന രീതികളുമായിട്ടും അതേപോലെ തന്നെ സാർവത്രികമായ കാര്യങ്ങളുമായിട്ടൊക്കെ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ സാർവത്രികമായ കാര്യങ്ങളുമായിട്ടൊക്കെ സംസ്കാരം എന്ത് ചെയ്യുന്നുണ്ട്? റിലേഷൻ പുലർത്തുന്നുണ്ട്, ബന്ധം പുലർത്തുന്നുണ്ട്. ഇപ്പൊ ജൂലിയൻ സ്റ്റിവാർഡ് ആണ് കൾച്ചറൽ ഇക്കോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് 1955 1955 ജൂലിയൻ സ്റ്റിവാർഡ് ഏത് തിയറിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കൾച്ചറൽ ഇക്കോളജി. ഏത് തിയറിയെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? തിയറി ഓഫ് മൾട്ടിലീനിയർ എവല്യൂഷൻ. പിന്നെ എന്താണ് അദ്ദേഹം ഇവിടെ ആർഗ്യൂ ചെയ്യുന്നത്? ഹി ആർഗ്യൂഡ് ദാറ്റ് കൾച്ചറൽ ഇവോൾവ്സ് ഇൻ റിലേഷൻ ടു സംസ്കാരം എന്തുമായി ബന്ധം പുലർത്തുന്നു? ഒരു സംസ്കാരം എന്തൊക്കെ കാര്യങ്ങളുമായിട്ടാണ് റിലേറ്റഡ് ആകുക? എൻവയോൺമെന്റ്, ടെക്നോളജി, സബ്സിസ്റ്റൻസ് പാറ്റേൺ, ഡിഫറെന്റ് സൊസൈറ്റി, അതേപോലെ തന്നെ മൾട്ടിപ്പിൾ എവല്യൂഷണറി പാത്ത്, സിംഗിൾ യൂണിവേഴ്സൽ ലൈന്. അപ്പൊ ഇത്രയും കാര്യങ്ങളുമായിട്ട് സംസ്കാരം എന്താണ് എന്ന് അവിടെ പറയുന്നത്? റിലേഷനാണ്, പരസ്പരം ബന്ധം പുലർത്തുന്നു. ആൻഡ് ദെൻ പിന്നെന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ടു അണ്ടർസ്റ്റാൻഡ് കൾച്ചറൽ എവല്യൂഷൻ വൺ മസ്റ്റ് ഐഡന്റിഫൈ ഹൗ ടെക്നോളജിക്കൽ ആൻഡ് എക്കണോമിക് വാരിയബിൾ ഇന്ററാക്ട് വിത്ത് എൻവയോൺമെന്റൽ കണ്ടീഷൻ ഓവർ ടൈം. അതേപോലെ തന്നെ പിന്നെന്താണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ടു അണ്ടർസ്റ്റാൻഡ് കൾച്ചറൽ എവല്യൂഷൻ, സാംസ്കാരിക പരിണാമം എന്ന് പറഞ്ഞാല് എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നത്? ടു അണ്ടർസ്റ്റാൻഡ് കൾച്ചറൽ എവല്യൂഷൻ, സാംസ്കാരിക പരിണാമം എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? വൺ മസ്റ്റ് ഐഡന്റിഫൈ ഹൗ ടെക്നോളജിക്കൽ ആൻഡ് എക്കണോമിക് വാരിയബിൾസ് ഇന്ററാക്ട് വിത്ത് എൻവയോൺമെന്റൽ കണ്ടീഷൻ ഓവർ ടൈം. അതായത് സാങ്കേതിക സാമ്പത്തിക ഘടകങ്ങളും പരിസ്ഥിതിയുമായുള്ള ബന്ധവും ആണ് ഏതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? കൾച്ചറൽ എവല്യൂഷൻ എന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടു അണ്ടർസ്റ്റാൻഡ് കൾച്ചറൽ എവല്യൂഷൻ വൺ മസ്റ്റ് ഐഡന്റിഫൈ ഹൗ ടെക്നോളജിക്കൽ എക്കണോമിക് വാരിയബിൾ ഇന്ററാക്ട് വിത്ത് എൻവയോൺമെന്റൽ കണ്ടീഷൻ. സാങ്കേതികതയും സാമ്പത്തികപരമായ മാറ്റങ്ങളും എത്രത്തോളം നിലനിൽക്കുന്നുണ്ട്, എത്രത്തോളം ബന്ധം പുലർത്തുന്നുണ്ട്, അതാണ് എൻവയോൺമെന്റൽ കണ്ടീഷൻ എന്നത് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതിലൂടെ? കൾച്ചറൽ എവല്യൂഷനിലൂടെ.
ഓൾദോ ഹിസ് തിയറി ഈസ് ലോജിക്കൽ. അതുകൊണ്ട് തന്നെ ഈ തിയറി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു ലോജിക്കലാണ്. ഐഡന്റിഫൈയിങ് ആക്ച്വൽ സ്ക്യൂനെസ് ഓഫ് എവല്യൂഷൻ ഈസ് ഡിഫിക്കൽട്ട്. അതുകൊണ്ട് ഈ തിയറി പ്രായോഗികമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ ഈ സിദ്ധാന്തം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലോജിക്കലാണ് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സിദ്ധാന്തം ഐഡന്റിഫൈ ചെയ്യാൻ പ്രയാസമുള്ളതിനാൽ ഈ സിദ്ധാന്തം എപ്പോഴും എങ്ങനെയാണ്? ഒരു ലോജിക്കലാണ്. This theory is logical. Identifying actual skewness of evolution is difficult. സാംസ്കാരിക പരിണാമ സിദ്ധാന്തം ഐഡന്റിഫൈ ചെയ്യുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഈ തിയറി എപ്പോഴും എന്താണ്? ഒരു ലോജിക്കലാണ്. അടുത്തത് ഈ നിയോ എവല്യൂഷണറി തിയറിയെ കുറിച്ച് ആരാ പറയുന്നത്? ലെസ്ലി വൈറ്റ്. കുട്ടികളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊക്കെ ഓരോ ചിന്തകന്മാരുടെ ചിന്തകളാണ്. അപ്പൊ നമ്മൾ പറയുന്ന സാധാരണ ഭാഷയിൽ പറഞ്ഞുതരാൻ വളരെ റിസ്ക് ആണ്. എന്നിട്ടും ഞാൻ നമ്മളതായ ലാംഗ്വേജിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ ഓരോ ചിന്തകന്മാർ പറയുന്ന കാര്യങ്ങളാണ്. ഏകദേശം അതേ രീതിയിൽ തന്നെ വേണം അത് പ്രൊണൗൺസ് ചെയ്യാൻ. അപ്പൊ ഇനി നമ്മൾ പറയുന്നത് ലെസ്ലി വൈറ്റ് ആണ്. എന്നാണ് ലെസ്ലി വൈറ്റ് ഈ ഒരു നിയോ എവല്യൂഷണറി തിയറിയെ കുറിച്ച് പറയുന്നത്? 1943 1943 ലെസ്ലി വൈറ്റ് 1943 influenced by E.B. Taylor supported. അതേപോലെ തന്നെ ലെസ്ലി വൈറ്റിനെ സ്വാധീനിച്ചത് ആരാണ്? ലെസ്ലി വൈറ്റ് E.B. ടൈലറിന്റെ ഏത് സിദ്ധാന്തത്തെ സ്വാധീനിച്ചു എന്നാ പറയുന്നത്? സപ്പോർട്ടഡ് യൂണിലീനിയർ എവല്യൂഷൻ. E.B. ടൈലറിന്റെ യൂണിലീനിയർ എവല്യൂഷൻ ആരെ സ്വാധീനിച്ചിരുന്നു? ലെസ്ലി വൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. 1943 1943 ലെസ്ലി വൈറ്റിനെ E.B. ടൈലറിന്റെ യൂണിലീനിയർ എവല്യൂഷൻ ആരെ സ്വാധീനിച്ചു? ലെസ്ലി വൈറ്റിനെ ഇൻഫ്ലുവൻസ്ഡ് ചെയ്തു. ബട്ട് വിത്ത് എ സയന്റിഫിക് എംഫസൈസ്. മാത്രല്ല ഇവിടെ എന്താണ് പ്രാധാന്യം കൊടുക്കുന്നത്? സയന്റിഫിക്, ശാസ്ത്രീയപരമായ കാര്യങ്ങളാണ് വികസിപ്പിക്കുന്നത്. ബട്ട് വിത്ത് സയന്റിഫിക് കാരണം എന്താ? ശാസ്ത്രീയമായ. അപ്പൊ ശാസ്ത്രീയപരമായ കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? എംഫസൈസ് ചെയ്യുന്നത്. He believed that the culture evolves through increasing control over energy. Human progress is അതേപോലെ തന്നെ എന്താ പറയുന്നത്? ഹ്യൂമൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മനുഷ്യന്റെ വളർച്ച. അപ്പൊ ഹ്യൂമൻ പ്രോഗ്രസ് ഈസ് derived by the ability to harness and use energy. അതേപോലെ തന്നെ ഹ്യൂമൻ പ്രോഗ്രസിനെ derived by the എബിലിറ്റി ടു ഹാർനസ് ആൻഡ് യൂസ് എനർജി. അപ്പോൾ കുട്ടികളെ ഇവിടെ ശ്രദ്ധിക്കൂ, 1943 1943 ലെസ്ലി വൈറ്റ് ആരുടെ തിയറിയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്? ടൈലറിന്റെ യൂണിലീനിയർ തിയറി സ്വാധീനിക്കുകയും അങ്ങനെ അതിലൂടെ അദ്ദേഹം എന്താണ് അവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ചത്? ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് അദ്ദേഹം വികസിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് എന്താണ് അദ്ദേഹം ചിന്തിക്കുന്നത്? അതായത് he believed that culture evolved through increasing control over energy. Human progress is derived by the ability to harness and use energy. അതായത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് സാംസ്കാരിക പരിണാമത്തെ നയിക്കുന്നത് മനുഷ്യന്റെ ഊർജം നിയന്ത്രിക്കുന്ന ശേഷിയാണ്. സാംസ്കാരിക പരമായിട്ടുള്ള കാര്യത്തെ, അതായത് ഇവിടെ എന്താണ് അദ്ദേഹം വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്? കൾച്ചറൽ എവല്യൂഷനെ നയിക്കുന്നത് എന്താണ് എന്നാ പറയുന്നത്? ഹ്യൂമൻ പ്രോഗ്രസ് ഇൻ ഡിറൈവ് ബൈ ദ എബിലിറ്റി ടു ഹാർനസ് ആൻഡ് യൂസ് എനർജി. സാംസ്കാരിക പരിണാമത്തെ നയിക്കുന്നത് മനുഷ്യന്റെ ഊർജം നിയന്ത്രിക്കുന്ന ശേഷിയാണ്. മനുഷ്യന്റെ ഊർജമാണ് എന്തിലേക്ക് നയിക്കുന്നത്? സാംസ്കാരിക എവല്യൂഷനിലേക്ക് നയിക്കുന്നത്. കൾച്ചറൽ എവല്യൂഷനിലേക്ക് നയിക്കുന്നത് ആരുടെ ഊർജമാണ്? മനുഷ്യന്റെ ഊർജം, ഹ്യൂമൻ പ്രോഗ്രസ് ആണ്
എന്നാണ് ആര് പ്രസ്താവിച്ചത്? ലെസ്ലി വൈറ്റ് എന്ന് 1943. അപ്പൊ ലെസ്ലി വൈറ്റ് ആരെ സ്വാധീനിച്ചിരുന്നു? EB ടൈലറെ സ്വാധീനിച്ചിരുന്നു. എന്നിട്ട് എന്താണ് വികസിപ്പിക്കാൻ ശ്രമിച്ചത്? സയന്റിഫിക് എംഫസൈസ്, ശാസ്ത്രീയപരമായ കാര്യങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നിട്ട് പിന്നെ എന്താണ് കൾച്ചറൽ എവല്യൂഷൻ എന്നുകൊണ്ട് എന്താണ് അദ്ദേഹം അർത്ഥമാക്കിയത്? സാംസ്കാരികപരമായിട്ടുള്ള പരിണാമം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ ഊർജത്തെ നിയന്ത്രിക്കുന്ന ശേഷിയാണ്. മനുഷ്യന്റെ ഊർജം നിയന്ത്രിക്കുന്ന ശേഷിയെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൾച്ചറൽ എവല്യൂഷൻ എന്നതുകൊണ്ട് ലെസ്ലി വൈറ്റ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ അഗ്രികൾച്ചർ, റൈറ്റിംഗ് ആൻഡ് ലേറ്റർ ദ സ്റ്റെം എൻജിൻ റിഫ്ലക്റ്റിംഗ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. അതേപോലെ തന്നെ കൃഷി മുതല് പിന്നെ അഗ്രികൾച്ചർ, റൈറ്റിംഗ് ആൻഡ് ലേറ്റർ ദ സ്റ്റെം എൻജിൻ റിഫ്ലക്റ്റിംഗ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. കൃഷി മുതൽ എൻജിൻ വരെയുള്ള മനുഷ്യന്റെ ഘട്ടങ്ങൾ എന്തിന് കാരണമായി തീർന്നു? അതിന്റെ പ്രതിഫലനം ഡെവലപ്മെന്റിന് കാരണമായി. ഒരു കാർഷിക മേഖലയിൽ നിന്നും ഒരു എൻജിൻ, യന്ത്രങ്ങളുടെ ഭാഗങ്ങളിലേക്കുള്ള മനുഷ്യന്റെ വളർച്ച എന്തിന് റിഫ്ലക്ട് ചെയ്തു എന്നാ പറയുന്നത്? സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്, വികസനത്തിന്റെ ഘട്ടത്തെ റിഫ്ലക്ട് ചെയ്തു. റിഫ്ലക്ട് ചെയ്യാൻ എന്താ? പ്രതിഫലിപ്പിച്ചു. അക്കോർഡിംഗ് ടു വൈറ്റ്, എവല്യൂഷൻ ഫോളോ ജനറലൈസ്ഡ് സയന്റിഫിക് ലോ, whereas history deals with scientific details. അതേപോലെ തന്നെ പിന്നെ എന്താണ് ഇവിടെ പറയുന്നത്? അക്കോർഡിംഗ് ടു വൈറ്റിന്റെ അഭിപ്രായത്തില് എവല്യൂഷൻ, പരിണാമം എന്തിനെ ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്? ജനറലൈസ്ഡ് സയന്റിഫിക് ലോ. പരിണാമം എപ്പോഴും എന്തിനെ പിന്തുടരണം? ശാസ്ത്രീയ നിയമങ്ങളെ പിന്തുടരണം. അതുകൊണ്ട് അവിടെ ചരിത്രവും ശാസ്ത്രവും ഉൾക്കൊള്ളുന്നു. പരിണാമം എപ്പോഴും ശാസ്ത്രീയപരമായ നിയമങ്ങളെ പിന്തുടരണം. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ഉൾക്കൊള്ളുക? ഹിസ്റ്ററിയും അതേപോലെ തന്നെ സ്പെസിഫിക് ഡീറ്റെയിൽ, അതേപോലെ തന്നെ സയന്റിഫിക് ശാസ്ത്രീയപരമായിട്ടുള്ള പല കാര്യങ്ങളും ഉൾപ്പെടുന്നു. അക്കോർഡിംഗ് ടു വൈറ്റ്, എവല്യൂഷൻ ഫോളോ ജനറലൈസ്ഡ് സയന്റിഫിക് ലോ. പരിണാമം എപ്പോഴും ഒരു ശാസ്ത്രീയ നിയമത്തെ ഫോളോ ചെയ്യുന്നു. അതിലൂടെ ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളെ ഫോളോ ചെയ്യുന്നതിലൂടെ അവിടെ അപ്പോൾ നമ്മൾ പറഞ്ഞു എവല്യൂഷൻ എന്തിനെ ഫോളോ ചെയ്യണം എന്നാണ് പറയണത്? സയന്റിഫിക് ലോ, ശാസ്ത്രീയ നിയമത്തെ പിന്തുടരണം. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടും? ചരിത്രപരമായിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ലഭ്യമാകും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹി ആൾസോ വ്യൂഡ് എവല്യൂഷൻ ആസ് പ്രോഗ്രസീവ് ആസ് ഹ്യൂമൻ കണ്ടിന്യൂലി സീക്ക് ഇംപ്രൂവ്മെന്റ്. അതേപോലെ തന്നെ ഹി ആൾസോ വ്യൂഡ് എവല്യൂഷൻ ആസ് പ്രോഗ്രസീവ്, ഹ്യൂമൻ കണ്ടിന്യൂലി സീക്ക് ഇംപ്രൂവ്മെന്റ്. അതേപോലെ തന്നെ പരിണാമപരമായിട്ടുള്ള പ്രോഗ്രസീവ് പറഞ്ഞ വളർച്ച. അപ്പൊ എവല്യൂഷനറി ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് എന്തിന്റെ ഇംപ്രൂവ്മെന്റിനും കാരണമാകും? എവല്യൂഷൻ ആസ് പ്രോഗ്രസീവ്, അതായത് പരിണാമപരമായിട്ടുള്ള വളർച്ച മനുഷ്യന്റെ വളർച്ചയ്ക്കും കാരണമാകുന്നു. He also viewed evolution as progressive. പരിണാമത്തിന്റെ പ്രോഗ്രസീവ് എന്തിലേക്ക് നയിക്കുന്നാണ് പറയുന്നത്? മാനുഷികപരമായിട്ടുള്ള ഇംപ്രൂവ്മെന്റിലേക്ക് നയിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് 14ാമത്തെ പേജിൽ വരുന്ന നിയോ എവല്യൂഷണറി തിയറി എന്ന ടോപ്പിക്കിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതേപോലെ തന്നെ എഴുതിയെടുത്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കാരണം ലാസ്റ്റ് ആയിട്ട് എന്താ ടീച്ചർ പറഞ്ഞത്? എവല്യൂഷൻ പ്രോഗ്രസ് ചെയ്യുമ്പോൾ എന്തും പ്രോഗ്രസ് ചെയ്യും? ഹ്യൂമൻ കണ്ടിന്യൂലി സീക്ക് ഇംപ്രൂവ്മെന്റ്. മാനുഷികപരമായിട്ടുള്ള കാര്യങ്ങളും അവിടെ എന്ത് ചെയ്യുന്നു? പരിണാമത്തിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് മാനുഷികപരമായിട്ടുള്ള കാര്യങ്ങളിലും ഇംപ്രൂവ്മെന്റ് സംഭവിക്കും. ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലെസ്ലിയും അതേപോലെ തന്നെ ലെസ്ലി വൈറ്റും ജൂലിയസ് സ്റ്റുവാർട്ടും ഒക്കെ നിയോ എവല്യൂഷണറി തിയറി എന്നതുകൊണ്ട് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾക്ക് ഇതിന്റെ ബാക്കി ഭാഗം 15ാം പേജ് നമ്പർ 15 വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിയോ എവല്യൂഷണറി തിയറിയുടെ ബാക്കി ഭാഗമാണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. പേജ് നമ്പർ 15 വരുന്ന പാരഗ്രാഫുകൾ. നിയോ എവല്യൂഷണറി തിയറി എന്ന ടോപ്പിക്കിലെ പേജ് നമ്പർ 15 വരുന്ന അത് വലിയ വലിയ പാരഗ്രാഫുകളാണ്. അതിനെ കൊണ്ട് ഷോർട്ടാക്കിയിട്ട് എഴുതിയിട്ട ഭാഗമാണ് കേട്ടോ. ഇത് വളരെ വലിയൊരു എസ്സേയാണ് നിയോ എവല്യൂഷണറി തിയറി. ഇത് തന്നെ ഷോർട്ട് ആൻസർ ഒക്കെ ചോദിക്കാം.
അപ്പം നിങ്ങൾ ഈ ഞാൻ എഴുതിയ ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമ്മൾ ഏകദേശം അതായത് 13, 14, 15 ഈ പേജുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഷോർട്ട് നോട്ടാണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ട് പറയുന്നത്. അപ്പോൾ നോക്കൂ, നിയോ എവല്യൂഷണറി തിയറിയുടെ 15-ാം പേജ് നമ്പറിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കുക. അതായത് മാർഷൽ ഷാലിൻ ക്രിറ്റിഫൈസ് ദ ഐഡിയ ദാറ്റ് ഹ്യൂമൻ പ്രോഗ്രസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ടെക്നോളജിക്കൽ ഗ്രോത്ത്. അതായത് മാർഷൽ ഷാലിൻ അദ്ദേഹം എന്തിനെ ക്രിറ്റിഫൈസ് ചെയ്തു എന്നാ പറയുന്നത്? മനുഷ്യ പുരോഗതി അതേപോലെ തന്നെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയോട് മാത്രം ബന്ധിപ്പിക്കുന്ന ആശയത്തെ വിമർശിച്ചു. മാർഷൽ ഷാലിൻ ക്രിറ്റിഫൈസ് ദ ഐഡിയ ദാറ്റ് ഹ്യൂമൻ പ്രോഗ്രസ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ടെക്നോളജിക്കൽ ഗ്രോത്ത്. ടെക്നോളജിക്കൽ ഗ്രോത്തിലൂടെ മാത്രമേ ഹ്യൂമൻ പ്രോഗ്രസ് ഉണ്ടാവൂ എന്ന ആ ആശയത്തെ ആര് വിമർശിച്ചു? മാർഷൽ ഷാഹ്ലിൻ ക്രിറ്റിഫൈസ്ഡ് ചെയ്തു. മാർഷൽ ഷാഹ്ലിൻ ക്രിറ്റിഫൈസ്ഡ് ദ ഐഡിയ ദാറ്റ് ഹ്യൂമൻ പ്രോഗ്രസ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ടെക്നോളജിക്കൽ ഗ്രോത്ത്. മാനുഷിക വളർച്ച ഉണ്ടാകണമെങ്കിൽ ഒരു ഹ്യൂമൻ പ്രോഗ്രസ് എന്ത് ഡിപ്പെൻഡ് ചെയ്യുമ്പോഴാണ് ഉണ്ടാകുക എന്ന് അവിടെ പറയണേ? ടെക്നോളജിക്കൽ ഗ്രോത്ത്, സാങ്കേതികമായ വളർച്ചയെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴേ ഹ്യൂമൻ പ്രോഗ്രസ് ഉണ്ടാകൂ എന്ന ആ ഐഡിയയെ ആരിവിടെ ക്രിറ്റിഫൈസ് ചെയ്തു? മാർഷൽ ഷാഹ്ലിൻ. മാർഷൽ ഷാഹ്ലിൻ ക്രിറ്റിഫൈസ്ഡ് ദ ഐഡിയ ദാറ്റ് ഹ്യൂമൻ പ്രോഗ്രസ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ടെക്നോളജിക്കൽ ഗ്രോത്ത്. മാനുഷിക വളർച്ച അഥവാ ഹ്യൂമൻ പ്രോഗ്രസ് പ്രോഗ്രസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടെക്നോളജിക്കൽ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനെ ആര് വിമർശിച്ചു? മാർഷൽ ഷാഹ്ലിൻ വിമർശിച്ചു. എന്നിട്ട് അദ്ദേഹം എന്താണ് അവിടെ പറയുന്നത്? അക്കോർഡിംഗ് ടു ഹിം ടെക്നോളജി ഹാസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്റ്റ്. എന്നിട്ട് അദ്ദേഹം എന്താണ് പറയുന്നത്? ടെക്നോളജി എന്ന് പറയുന്നത് അനുകൂലവും പ്രതികൂലമായ സ്വഭാവമാണ്. അക്കോർഡിംഗ് ടു ഹിം ടെക്നോളജി ഹാസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആൻഡ് മെറ്റീരിയൽ പ്രോഗ്രസ് ഡസ് നോട്ട് നെസസറിലി ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. അതേപോലെ തന്നെ അദ്ദേഹം പറയുകയാണ്, ടെക്നോളജി എന്ന് പറയുന്നത്, സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് അനുകൂലവും പ്രതികൂലമായ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ പ്രോഗ്രസ്, ഭൗതിക പുരോഗതി ജീവിത നിലവാരം മെച്ചപ്പെടുത്തുമെന്ന് നിർബന്ധമല്ലെന്നും അപ്പോൾ മെറ്റീരിയൽ പ്രോഗ്രസ് അതായത് ഭൗതിക പുരോഗതിയിലൂടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഉയരുമെന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നെസസറി അല്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതുകൊണ്ടാണ് അദ്ദേഹം എന്തിനെ വിമർശിക്കാനുള്ള കാരണം? അതായത് ഹ്യൂമൻ പ്രോഗ്രസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടെക്നോളജിക്കൽ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ ആര് വിമർശിച്ചു? മാർഷൽ ഷാഹ്ലിൻ വിമർശിച്ചു. വിമർശിക്കാനുള്ള കാരണം എന്താണ്? അക്കോർഡിംഗ് ടു ഹിം, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ടെക്നോളജി എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് പോസിറ്റീവോ നെഗറ്റീവോ ആകാം. അതുകൊണ്ട് മെറ്റീരിയൽ പ്രോഗ്രസ് ഡസ് നോട്ട് നെസസറിലി, മെറ്റീരിയൽ പ്രോഗ്രസ് ഉണ്ടായി എന്ന് കരുതിയിട്ട് ഒരിക്കലും എന്ത് ഇംപ്രൂവ് ചെയ്യുന്ന ഉറപ്പ് പറയാൻ പറ്റില്ല? ക്വാളിറ്റി ഓഫ് ലൈഫ്, ഭൗതികമായ വളർച്ച. മെറ്റീരിയൽ പ്രോഗ്രസ് ഡസ് നോട്ട് നെസസറിലി ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. മെറ്റീരിയൽ പ്രോഗ്രസ് ഉണ്ടായി എന്ന് കരുതി അവിടെ എന്ത് ഇംപ്രൂവ്മെന്റ് ചെയ്യണമെന്നില്ല എന്നാ പറയുന്നത്? ക്വാളിറ്റി ഓഫ് ലൈഫ്. അതുകൊണ്ടാണ് അദ്ദേഹം എന്തിനെ ക്രിറ്റിഫൈസ് ചെയ്യാനുള്ള കാരണം? അതായത് ടെക്നോളജിക്കൽ ഗ്രോത്ത് ഹ്യൂമൻ പ്രോഗ്രസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആര് വിമർശിക്കുകയാണ് ചെയ്തത്? മാർഷൽ ഷാഹ്ലിൻ. മാർഷൽ ഷാഹ്ലിൻ ക്രിറ്റിഫൈസ് ദ ഐഡിയ ദാറ്റ് ഹ്യൂമൻ പ്രോഗ്രസ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ടെക്നോളജിക്കൽ ഗ്രോത്ത്. സാങ്കേതിക വിദ്യയിലുണ്ടാകുന്ന വളർച്ചയെ ഹ്യൂമൻ പ്രോഗ്രസ് ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ മാർഷൽ ഷാഹ്ലിൻ വിമർശിച്ചു. എന്നിട്ട് എന്താണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്? അക്കോർഡിംഗ് ടു ഹിം ടെക്നോളജി ഹാസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്റ്റ്. സാങ്കേതികത എന്ന് പറയുന്നത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാം, നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഒരിക്കലും മെറ്റീരിയൽ പ്രോഗ്രസ് ഡസ് നോട്ട് നെസസറിലി ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഒരു മെറ്റീരിയൽ പ്രോഗ്രസ് നമുക്ക് ഉറപ്പ് വരുത്താൻ കഴിയില്ല എന്ത് വർദ്ധിക്കുമെന്നത്? ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടുമെന്നത് നമുക്ക്
നെസസറി ആണ് എന്ന് നമുക്ക് ഏതിലൂടെ പറയാൻ സാധിക്കുന്നില്ല. മെറ്റീരിയൽ പ്രോഗ്രസിൻ്റെ വളർച്ചയിലൂടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാണ് ആര് വിമർശിക്കുന്നത്, ക്രിറ്റിസൈസ് ചെയ്യുന്നത്? മാർഷൽ സാഹ്ലിൻ. ഇവിടെയൊക്കെ ഓരോ ചിന്തകന്മാരുടെ ചിന്തകളാണ്. അപ്പോൾ ആ ചിന്തകൾ തന്നെ അതേപോലെ നമുക്ക് പറയണം കേട്ടോ. അടുത്തതാണ് സാഹ്ലിൻ ആൻഡ് എൽമാൻ സർവീസ്. സാഹ്ലിനും പിന്നെ ആരാ? എൽമാൻ സർവീസ് ഒരു വ്യക്തിയുടെ പേരാട്ടോ. സാഹ്ലിന് മാർഷൽ സാഹ്ലിൻ. അടുത്തതാണ് എൽമാൻ സർവീസ് എന്ന് 1960. സാഹ്ലിൻ ആൻഡ് എൽമാൻ സർവീസ് 1915 proposed a dual scheme of evolution. പരിണാമത്തെ ഡുവൽ എന്താ? രണ്ട് സ്കീമാക്കിയിട്ട് സാഹ്ലിനും എൽമാനും 1950s ഈ എവല്യൂഷനെ 2 സ്കീമുകളായിട്ട് ഡുവൽ സ്കീമുകളാക്കി തരംതിരിച്ചു. ശ്രദ്ധിക്കുക, സാഹ്ലിൻ ആൻഡ് എൽമാൻ സർവീസ് 1960 സാഹ്ലിനും എൽമാൻ സർവീസും ഡുവൽ സ്കീമുകളായിട്ട് 2 സ്കീമുകളായിട്ട് ഏതിനെ തരംതിരിച്ചു? പരിണാമം അഥവാ എവല്യൂഷനെ തരംതിരിച്ചു. ഏതൊക്കെ പേരിലാണ് അത് അറിയപ്പെടുക? ജനറൽ എവല്യൂഷൻ ആൻഡ് സ്പെസിഫിക് എവല്യൂഷൻ. ഒരു ജനറൽ എവല്യൂഷൻ എന്നും ഒരു സ്പെസിഫിക് എവല്യൂഷൻ എന്നും അതറിയപ്പെടുന്നു. അപ്പോൾ സാഹ്ലിനും എൽമാൻ സർവീസും 1950 പരിണാമത്തെ എവല്യൂഷനെ രണ്ടായിട്ടാണ് തരംതിരിച്ചത്. ഡുവലായിട്ട് തിരിച്ചു. എന്നിട്ട് ഏതൊക്കെ നാമത്തിലാണ് അത് അറിയപ്പെട്ടത്? ജനറൽ എവല്യൂഷൻ എന്നും സ്പെസിഫിക് എവല്യൂഷൻ എന്നും. ഇനി നമുക്ക് ജനറൽ എവല്യൂഷനിലൂടെ എന്താണ് പറയുന്നത് എന്ന് നോക്കൂ. അതേപോലെ തന്നെ അതുകൊണ്ട് ഈ 2 രീതിയിൽ എവല്യൂഷനെ അവർ തരംതിരിച്ചതിന് ശേഷം എന്താ അവിടെ പറയുന്നത്? They argued that human society has evolved from simple to complex form with increase in population density and organizational structures. However, this transformation should not automatically be seen as progress. അതുകൊണ്ട് സാഹ്ലിനും എൽമാനും അഭിപ്രായപ്പെടുന്നു. They argued that അവരുടെ അഭിപ്രായത്തിൽ ഹ്യൂമൻ സൊസൈറ്റി മനുഷ്യ സമൂഹം ഹ്യൂമൻ സൊസൈറ്റി ഹാസ് ഇവോൾവ്ഡ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്. ഇത് ഞാൻ പറഞ്ഞതാണ് ഇതിന്റെ മുന്നിൽ. ഹ്യൂമൻ സൊസൈറ്റി എങ്ങനെയാണ് എന്നാ പറയുന്നത്? ഒരു ലളിത സമൂഹത്തിൽ നിന്നും എന്തിലേക്ക് മാറുക ചെയ്യുക? ഒരു കോംപ്ലക്സ് സൊസൈറ്റി. They argued that human society has evolved from simple to complex. മനുഷ്യ സമൂഹം ഒരു സിമ്പിൾ സമൂഹത്തിൽ നിന്നും ഒരു ലളിത സമൂഹത്തിൽ നിന്നും എന്തിലേക്ക് മാറുന്നു? കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയത്, സങ്കീർണമായത്, ഒരു സങ്കീർണമായ സമൂഹത്തിലേക്ക് മാറുന്നു എന്ന് ആരഭിപ്രായപ്പെട്ടു? സാഹ്ലിനും എൽമാനും. അവര് 2 തിയറികൾ വികസിപ്പിച്ചു. ഏതൊക്കെയാണ്? ജനറൽ എവല്യൂഷൻ ആൻഡ് സ്പെസിഫിക് എവല്യൂഷൻ. എന്നിട്ട് അവരെന്താണ് ഇവിടെ അഭിപ്രായപ്പെട്ടത്? They argued that human society has evolved from simple to complex form. ഹ്യൂമൻ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ലളിത സമൂഹത്തിൽ നിന്നും ഒരു സങ്കീർണമായ സമൂഹത്തിലേക്കുള്ള മാറ്റമാണ്. അതേപോലെ തന്നെ അവിടെ എന്ത് വർദ്ധിക്കുന്നുണ്ട്? വിത്ത് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഡെൻസിറ്റി. അത് ജനസംഖ്യാ വർധനവും ഓർഗനൈസേഷണൽ സ്ട്രക്ചർ സംഘടനകളുടെ പുരോഗതിയുടെയും ഭാഗമാണ്. ഒരു ലളിത സമൂഹത്തിൽ നിന്നും സൊസൈറ്റി കോംപ്ലക്സ് സമൂഹത്തിലേക്ക് മാറുമ്പോൾ എന്തൊക്കെ വർധനവാണ് അവിടെ കാണപ്പെടുക? ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഡെൻസിറ്റി, ജനസാന്ദ്രത വർദ്ധിക്കുന്നു. പിന്നെ ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ്, അതേപോലെ തന്നെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഘടന. ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംഘടനാപരമായിട്ടുള്ള ഘടനയും. അപ്പൊ സംഘടനാപരമായ ഘടനയിലും പോപ്പുലേഷൻ ഡെൻസിറ്റിയിലും അവിടെ വർധനവ് കാണുന്നു എന്നാണ് അഭിപ്രായപ്പെടുന്നത്? സാഹ്ലിനും എൽമാനും അഭിപ്രായപ്പെടുന്നത്. However, this transformation should not automatically be seen as progress. അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങളെല്ലാം പ്രോഗ്രസ് എന്ന നിലയിൽ കാണേണ്ടതില്ലെന്നും അവർ വ്യക്തമാക്കി.
ഈ മാറ്റങ്ങളൊക്കെ പ്രകൃതി നിയമമാണ്, എൻവിയോൺമെന്റൽ ലോ എന്ന് പറയാം. ഇവിടെ കാണപ്പെടുന്ന മാറ്റങ്ങളൊക്കെ ട്രാൻസ്ഫോർമേഷൻസ് ഒന്നും ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്കതിനെ കാണേണ്ട ആവശ്യമില്ല. ഈ മാറ്റങ്ങളുടെ പുരോഗതി എന്ന് പറയുന്നത് എന്താ, അതിനെ നമുക്ക് എങ്ങനെ കാണേണ്ട ആവശ്യമില്ല എന്നാ പറയുന്നത്. ഷുഡ് നോട്ട് ഓട്ടോമാറ്റിക്കലി ബി സീൻ ആസ് പ്രോഗ്രസ്. ഈ പുരോഗതി എന്ന നിലയിൽ ഇതിനെ എങ്ങനെ കാണേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് കാണേണ്ട ആവശ്യമില്ല. കാരണം ഇതെങ്ങനെയാണ് രൂപപ്പെടുന്നത്, ഇത് സിമ്പിൾ സമൂഹത്തിൽ നിന്നും ഒരു കോംപ്ലക്സ് സൊസൈറ്റിയിലേക്കുള്ള മാറ്റമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് വർദ്ധിക്കുന്നു, പോപ്പുലേഷൻ ഡെൻസിറ്റിയും ഓർഗനൈസേഷണൽ സ്ട്രക്ചറും ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ദിസ് ട്രാൻസ്ഫോർമേഷൻ ഷുഡ് നോട്ട് ഓട്ടോമാറ്റിക്കലി, ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പരിവർത്തനം. ഈ ഒരു പരിവർത്തനം ഒരിക്കലും ഓട്ടോമാറ്റിക്കലി അല്ല ബി സീൻ ആസ് പ്രോഗ്രസ്. ഒരു പുരോഗതി എന്ന നിലയിൽ ഈ ട്രാൻസ്ഫോർമേഷൻ ഒരിക്കലും എന്തല്ല, ഓട്ടോമാറ്റിക്കലി അല്ല. ആൻഡ് ദെൻ ജനറൽ എവല്യൂഷൻ റെഫേഴ്സ് ടു ഓവറോൾ കൾച്ചറൽ ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ കൈൻഡ്. അഗ്രികൾച്ചർ, അർബണൈസേഷൻ, ഇൻഡസ്ട്രി, ലിറ്ററസി എക്സെട്ര. ഇനി ജനറൽ എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ വരിക? ഞാൻ രണ്ടായിട്ട് തിരിച്ചു എന്ന് ടീച്ചർ പറഞ്ഞില്ലേ. സാഹിലിനും എൽമാനും എവല്യൂഷനെ രണ്ട് രീതിയിലാണ് തിരിച്ചത്, ജനറൽ എവല്യൂഷൻ എന്നും സ്പെസിഫിക് എവല്യൂഷൻ എന്നും. അതിൽ ജനറൽ എവല്യൂഷൻ ആയിരിക്കുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻവോൾവഡ് ആകുന്നുണ്ട്. ജനറൽ എവല്യൂഷൻ റെഫേഴ്സ് ടു ദ ഓവറോൾ കൾച്ചറൽ ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ കൈൻഡ്. മൊത്തത്തിലുള്ള ഒരു സാംസ്കാരിക വികസനമാണ്. എന്തൊക്കെ കാര്യങ്ങളില്? അഗ്രികൾച്ചറ്, അർബണൈസേഷന്, ഇൻഡസ്ട്രി, ലിറ്ററസി. ഇപ്പൊ ജനറൽ എവല്യൂഷൻ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് ആണ്. ഏതെല്ലാം കാര്യങ്ങളിലുള്ള മൊത്തത്തിലുള്ള ഡെവലപ്മെന്റ് ആണെന്നാ പറയുന്നത്? അഗ്രികൾച്ചറിലും അർബണൈസേഷനിലും ഇൻഡസ്ട്രിയിലും ലിറ്ററസിയിലും. ഇപ്പൊ ജനറൽ എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഓവറോൾ കൾച്ചറൽ ഡെവലപ്മെന്റ് ആണ്, മൊത്തത്തിലുള്ള ഒരു സാംസ്കാരിക വികസനമാണ്. ഏതൊക്കെ കാര്യങ്ങളില്? അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി, അർബണൈസേഷൻ എന്ന് പറഞ്ഞാൽ നഗരവൽക്കരണം, ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വ്യവസായം, ലിറ്ററസി എന്ന് പറഞ്ഞാൽ സാക്ഷരത. ഇവയിലൊക്കെ ഉള്ള മൊത്തത്തിലുള്ള ഒരു വികസനത്തെയാണ് എന്ത് പറയുക? ജനറൽ എവല്യൂഷൻ. ജനറൽ എവല്യൂഷൻ റെഫേഴ്സ് ടു ദ ഓവറോൾ കൾച്ചറൽ ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ കൈൻഡ്. അഗ്രികൾച്ചർ, അർബണൈസേഷൻ, ഇൻഡസ്ട്രി, ലിറ്ററസി. എന്നാൽ നമുക്കിനി സ്പെസിഫിക് എവല്യൂഷൻ എന്താണെന്ന് നോക്കാം. Specific evolution focuses on how individual culture adapt uniquely to their environment. For example, Eskimos adaptation, Arctic condition show specific evolution. അപ്പോൾ സ്പെസിഫിക് എവല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സ്പെസിഫിക് എവല്യൂഷൻ ഫോക്കസ് ഓൺ ഹൗ ഇൻഡിവിജ്വൽ കൾച്ചർ അഡാപ്റ്റ്. സ്പെസിഫിക് എവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഓരോ സംസ്കാരവും എങ്ങനെയാണ് ഓരോ വ്യക്തികളിലും അഡാപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓൺ ഹൗ ഇൻഡിവിജ്വൽ കൾച്ചർ അഡാപ്റ്റ്, ഓരോ ഇൻഡിവിജ്വൽസിലും സംസ്കാരം എങ്ങനെ അഡാപ്റ്റ് ആയിരിക്കുന്നു എന്നതാണ് ഏതിൽ അർത്ഥമാക്കുന്നത്? സ്പെസിഫിക് എവല്യൂഷൻ. സ്പെസിഫിക് എവല്യൂഷൻ ഫോക്കസ് ഓൺ ഹൗ ഇൻഡിവിജ്വൽ കൾച്ചർ അഡാപ്റ്റ്, എങ്ങനെയാണ് ഓരോ ഇൻഡിവിജ്വൽസിലും സംസ്കാരം അഡാപ്റ്റ് ചെയ്യപ്പെടുന്നത്. അതേപോലെ തന്നെ അത് പരിസ്ഥിതിയോട് എങ്ങനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു, യുണിക്കലി ടു ദിയർ എൻവയോൺമെന്റ്. ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാണ്. എന്തിനെ കുറിച്ചാണ് എക്സാമ്പിൾ ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്? എസ്കിമോസ് അഡാപ്ഷൻ. എസ്കിമോസ് അഡാപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർട്ടിക് കണ്ടീഷൻ ഷോ സ്പെസിഫിക് എവല്യൂഷൻ. അതായത് മഞ്ഞുമലകളിൽ കാണപ്പെടുന്ന എസ്കിമോസിന്റെ ജീവിത രീതി, ആ പ്രദേശങ്ങളിലെ ജീവിതത്തോടുള്ള യോജിപ്പ് എന്തിന് ഉദാഹരണമാണ്? ഈ സ്പെസിഫിക് എവല്യൂഷനിന് ഉദാഹരണമാണ്. എങ്ങനെയാണ് മനുഷ്യൻ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? സ്പെസിഫിക് എവല്യൂഷൻ. അതിന് എക്സാമ്പിൾ ആയിട്ട് എന്താ ചൂണ്ടിക്കാണിക്കുന്നത്? എസ്കിമോസ് അഡോപ്ഷൻ, ആർട്ടിക് കണ്ടീഷൻ ഷോ സ്പെസിഫിക് എവല്യൂഷൻ. എസ്കിമോസുകളുടെ അതായത് ആർട്ടിക് പ്രദേശങ്ങളിൽ എസ്കിമോസുകളുടെ ജീവിത രീതി ഏതിന് എക്സാമ്പിൾ ആണ്? സ്പെസിഫിക് എവല്യൂഷൻ. നമുക്കറിയാം ഒരു മരുഭൂമി പ്രദേശങ്ങളിൽ ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള മൃഗമാണ് കേമൽ, ഒട്ടകം.
അതേപോലെ തന്നെ ഓരോ പ്രദേശങ്ങളിലും ജീവിക്കാൻ അനുകൂലമായിട്ടുള്ള ജീവജാലങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ പ്രദേശങ്ങളുടെയും സ്വഭാവം അനുസരിച്ചിട്ടാണ് ആ ജീവിത രീതി നിലനിൽക്കുന്നത് എന്നാണ് ഏത് കണ്ടീഷനിൽ പറയുന്നത്? ഏത് എവല്യൂഷനിൽ പറയുന്നത്? സ്പെസിഫിക് എവല്യൂഷൻ. ഇപ്പൊ സ്പെസിഫിക് എവല്യൂഷൻ എന്ന് പറയുന്നത് ഓരോ സംസ്കാരവും തങ്ങളുടെ പരിസ്ഥിതിയോട് എങ്ങനെ മാറ്റിയെടുക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. എങ്ങനെയാണ് മനുഷ്യൻ പരിസ്ഥിതിയിൽ അടങ്ങിച്ചേരുന്നത്? അതിനൊരു എക്സാമ്പിളാണ് എസ്കിമോസ് അഡാപ്ഷൻ ആർട്ടിക് കണ്ടീഷൻ ഷോ സ്പെസിഫിക് എവല്യൂഷൻ. എസ്കിമോസുകൾ ആർട്ടിക് സാഹചര്യത്തിൽ എങ്ങനെ കഴിയുന്നു, അത് ഏതിന് ഉദാഹരണമാണ്? സ്പെസിഫിക് എവല്യൂഷൻ. അടുത്തതായിട്ട് ദേ ആൾസോ ഡിസ്കസ്ഡ് അഡാപ്റ്റബിലിറ്റി, എ കൾച്ചേഴ്സ് എബിലിറ്റി ടു സർവൈവ് ബൈ അഡ്ജസ്റ്റിംഗ് ടു ന്യൂ എൻവയോൺമെന്റ് ഓർ സോഷ്യൽ കണ്ടീഷൻ, വെസ്റ്റേൺ യൂറോപ്യൻ അഡാപ്റ്റബിലിറ്റി. പിന്നീട് മുന്നോട്ട് വെച്ചത് എന്താണ്? അഡാപ്റ്റബിലിറ്റി. പിന്നീട് അവർ മുന്നോട്ട് വെച്ചത് അഡാപ്റ്റബിലിറ്റിയെ കുറിച്ചായിരുന്നു. ദേ ആൾസോ ഡിസ്കസ്ഡ് അഡാപ്റ്റബിലിറ്റി, എ കൾച്ചർ എബിലിറ്റി ടു സർവൈവ് ബൈ അഡ്ജസ്റ്റിംഗ് ടു ന്യൂ എൻവയോൺമെന്റ് ഓർ സോഷ്യൽ കണ്ടീഷൻ. അതായത് അഡാപ്റ്റബിലിറ്റി എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു സംസ്കാരം സ്വന്തം പരിധികൾ കടന്ന് പുതിയ സാഹചര്യങ്ങളിൽ ജീവിച്ച് നിലനിൽക്കാൻ കഴിയുന്ന കഴിവ്. എങ്ങനെയാണ് പുതിയൊരു സംസ്കാരത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്നത്? അത് പരിസ്ഥിതിപരമായിട്ടും സാമൂഹികപരമായിട്ടും. ഒരു മനുഷ്യൻ അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മനുഷ്യന്റെ സംസ്കാരികപരമായിട്ടുള്ള കഴിവ് പുതിയൊന്നിലേക്ക് എൻവയോൺമെന്റൽ ആയിട്ടും സാമൂഹികപരമായിട്ടും എങ്ങനെ അഡാപ്റ്റ് ചെയ്യപ്പെടുന്നു എന്നാണ് ഇവിടെ പിന്നീട് എന്ത് ചെയ്യപ്പെടുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദേ ആൾസോ ഡിസ്കസ്ഡ് അഡാപ്റ്റബിലിറ്റി. ഇവിടെ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? അഡാപ്റ്റബിലിറ്റി, കൂടിച്ചേരൽ. എന്തിന്റെ കൂടിച്ചേരൽ? കൾച്ചേഴ്സ് എബിലിറ്റി ടു സർവൈവ് ബൈ അഡ്ജസ്റ്റിംഗ് ടു ന്യൂ എൻവയോൺമെന്റൽ ഓർ സോഷ്യൽ കണ്ടീഷൻ. പുതിയ പരിസ്ഥിതിയോടും സാമൂഹിക സാഹചര്യത്തോടും എങ്ങനെ പൊരുത്തപ്പെടുന്നു, അതാണ് അഡാപ്റ്റബിലിറ്റി എന്നതിനെ കുറിച്ചാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഡിസ്കഷൻ നടത്തുന്നത്. They also discussed adaptability, a culture ability survive by adjusting to new environmental or social condition. പുതിയ എൻവയോൺമെന്റൽ പരിസ്ഥിതിയോടും സാമൂഹിക സാഹചര്യങ്ങളോടും സോഷ്യൽ കണ്ടീഷനിനോടും സംസ്കാരം എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് Western European adaptability, including their navigation skill and gunpowder use, enabled them to expand globally in the 19th century. അപ്പം എങ്ങനെയാണ് നമ്മൾ പുതിയ സംസ്കാരത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യപ്പെടുക? അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? 19ാം നൂറ്റാണ്ടില് പാശ്ചാത്യ യൂറോപ്യന്മാർ അവര് നാവിഗേഷൻ സ്കില്ല്, യൂറോപ്യന്മാരാണ് ഏത് സ്കില്ല് ഇവിടെ എല്ലായിടത്തേക്കും എത്തിച്ചത്? അതന്നെയാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് തന്നെയാണ് എന്ത് പറയുക? അഡാപ്റ്റബിലിറ്റി. അപ്പോൾ 19ാം നൂറ്റാണ്ടില് യൂറോപ്യൻ വെസ്റ്റേൺ കൺട്രി അതായത് യൂറോപ്യൻസ് നാവിഗേഷൻ സ്കില്ലും ഗൺ പൗഡർ യൂസ്. എന്താ ഗൺ പൗഡർ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് അവര് എങ്ങനെയൊക്കെയാണ് ഈ സമുദ്രയാത്രയും അതേപോലെ തന്നെ തോക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് വേണ്ട ഗൺ പൗഡറും ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നത് മറ്റുള്ളവരിലേക്ക് പകർത്താൻ ശ്രമിച്ചു. അതിന് തന്നെയാണ് എന്ത് പറയുക? അഡാപ്റ്റബിലിറ്റി. അപ്പൊ അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുതിയൊരു സംസ്കാരവും പുതിയൊരു സാമൂഹിക സാഹചര്യവും പുതിയൊരു എൻവയോൺമെന്റൽ സിറ്റുവേഷനും മറ്റുള്ളവരിലേക്ക് അഡാപ്റ്റ് ചെയ്യപ്പെടുന്നതിന് തന്നെയാണ് എന്ത് പറയുക? അഡാപ്റ്റബിലിറ്റി. ഫോർ ദ എക്സാമ്പിൾ വെസ്റ്റേൺ യൂറോപ്യൻ അഡാപ്റ്റബിലിറ്റി. പാശ്ചാത്യ യൂറോപ്യൻസ് ഇവിടെ നടത്തിയത് എന്തെന്നെയാണ്? അഡാപ്റ്റബിലിറ്റിയാണ്. എന്തൊക്കെ അഡാപ്റ്റബിലിറ്റി അവരിവിടെ കാണിച്ചത്? നാവിഗേഷൻ സ്കിൽ ആൻഡ് ഗൺ പൗഡർ യൂസ്. അതായത്
സമുദ്രയാത്രയും തോക്കിന്റെ ഉപയോഗമൊക്കെ നമ്മളിലേക്ക് പകർത്തിയത് 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻസ് നമ്മളിലേക്ക് പകർത്താൻ ശ്രമിച്ചത് എന്തിനു ഉദാഹരണമാണ്? അഡാപ്റ്റബിലിറ്റിക്ക് ഉദാഹരണമാണ്. ദിസ് പ്രോസസ് ക്യാൻ ലെഡ് ടു അഡാപ്റ്റീവ് റേഡിയേഷൻ where one culture spread and dominate others, often threatening their survival. അതുകൊണ്ട് തന്നെ ഇതിനെ അഡാപ്റ്റീവ്, ഈ ഒരു പ്രക്രിയയെ, ഈ ഒരു പ്രോസസ്സിനെ എന്ത് പേരിലാണ് പറയുക? അഡാപ്റ്റീവ് റേഡിയേഷൻ. ദിസ് പ്രോസസ് ക്യാൻ ലെഡ് ടു അഡാപ്റ്റീവ് റേഡിയേഷൻ where one culture spread and dominate others, often threatening their survival. ഒരു സംസ്കാരം മറ്റു സംസ്കാരങ്ങളിലേക്ക് എന്ത് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്? വ്യാപിക്കാൻ ശ്രമിക്കുന്നു, കീഴടക്കാൻ ശ്രമിക്കുന്നു. ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തിലേക്ക് ആധിപത്യം പുലർത്താൻ ശ്രമിക്കുകയും ചില സംസ്കാരങ്ങൾ അവിടെ എന്ത് ചെയ്യപ്പെടുന്നു? നശിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ എ നോട്ടബിൾ എക്സാമ്പിൾ ഈസ് വെസ്റ്റേൺ കോളനൈസേഷൻ വിച്ച് ട്രാൻസ്ഫോംഡ് ദ ഡെമോഗ്രാഫിക് മേക്കപ്പ് ഓഫ് മെനി പാർട്സ് ഓഫ് ദ വേൾഡ്. അങ്ങനെ പാശ്ചാത്യ കോളനിവൽക്കരണം എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? വെസ്റ്റേൺ കോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പാശ്ചാത്യ കോളനിവൽക്കരണം ഏതിന് ഉദാഹരണമാണ്? ഈ ഒരു അഡാപ്റ്റീവിന് ഉദാഹരണമാണ്. ഇത് ലോകത്തിലെ പല ഭാഗങ്ങളിലെ ജനങ്ങളെയും അവരുടെ സംസ്കാരത്തിൻ്റെയും രീതിയിൽ എന്ത് ചെയ്യുന്നു? മാറ്റം വരുത്തുന്നു. ദിസ് പ്രോസസ് ക്യാൻ ബി ലെഡ് ടു അഡാപ്റ്റീവ് റേഡിയേഷൻ. ഇങ്ങനെ ഒരു സംസ്കാരം മറ്റുള്ളവരുടെ സംസ്കാരം വേറെ ആളുകളിലേക്ക് എത്തിപ്പെടുന്നതാണ് അഡാപ്ഷൻ എന്ന് പറയുക. അപ്പൊ അത് എന്തിന് കാരണമാകുന്ന പറയുന്നത്? അഡാപ്റ്റീവ് റേഡിയേഷന് കാരണമാകും. അങ്ങനെ വൺ കൾച്ചർ സ്പ്രെഡ് ആൻഡ് ഡോമിനേറ്റ് അതേഴ്സ്. ഒരു സംസ്കാരം സ്പ്രെഡ് ചെയ്യുക, വ്യാപിക്കുക, എന്നിട്ട് ഡോമിനേറ്റ്, ആധിപത്യം പുലർത്തുക. ചില വെസ്റ്റേൺ സംസ്കാരമാണ്, വെസ്റ്റേൺ കൾച്ചറാണ് സ്പ്രെഡ് ചെയ്യപ്പെട്ടതും ഡോമിനേറ്റ് ചെയ്യപ്പെട്ടതും, വ്യാപിച്ചതും അതേപോലെ തന്നെ ഡോമിനേറ്റ് ചെയ്യപ്പെട്ടതും ഏത് സംസ്കാരമാണ്? വെസ്റ്റേൺ സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ അത് ഏത് കാലഘട്ടത്തിൽ? വെസ്റ്റേൺ കോളനൈസേഷൻ, പാശ്ചാത്യ കോളനിവൽക്കരണം ഇവിടെ നടക്കുമ്പോഴാണ് വെസ്റ്റേൺ കൾച്ചർ എന്ത് ചെയ്യപ്പെട്ടത്? ഡോമിനേറ്റ് ചെയ്യപ്പെട്ടതും അതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്യപ്പെട്ടതും. അപ്പോൾ അവിടെ ഏത് സംസ്കാരമാണ് നശിക്കുന്നത്? നമ്മുടെ സ്വന്തം സംസ്കാരം എന്ത് ചെയ്യപ്പെടുന്നു? നശിക്കാൻ കാരണമാകുന്നു. ഇതിനെയാണ് അഡാപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികളെ, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നതിനെ ഒറ്റ വാക്കിൽ പറയുന്ന പേരാണ് നിയോ എവല്യൂഷണറി തിയറി. ഇപ്പൊ നിയോ എവല്യൂഷണറി തിയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേജ് 13, 14, 15 അതിൽ ആ 3 പേജിലായിട്ട് വരുന്ന പാരഗ്രാഫുകളെയാണ് ടീച്ചർ ഷോർട്ടാക്കി എഴുതിയിട്ടിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അപ്പം നിങ്ങൾ ഈ ബോർഡിൽ എഴുതിയ കാര്യങ്ങൾ നിർബന്ധമായും എഴുതിയെടുക്കുക. കാരണം ഇതായിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ വളരെ സിമ്പിളായിട്ട് എഴുതിയിട്ട കാര്യങ്ങളാണ്. ഇത് നന്നായി എഴുതിയെടുക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് വെക്കുമ്പോൾ അതിൽ ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കുന്നു. നമുക്കിനി സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടക്കാം കേട്ടോ. ബ്ലോക്ക് 1 സെക്കൻഡ് യൂണിറ്റ് എന്തായെന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ.